Right. Okay. Adira, would you mind reading the first question on your screen right now? Screen visible alle. Onnu vaayisholu ketta. Okay, miss. In the first paragraph, the writer says that conventional management of photophobia can be problematic because of. In the first paragraph, the writer says, first paragraph le writer parayunnu that conventional management of phobias can be problematic because of. ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ എന്താ ഈ കൺവെൻഷണൽ മാനേജ്മെന്റ്, എന്താ ഈ കൺവെൻഷണൽ എന്ന് പറഞ്ഞാൽ? ട്രഡീഷണൽ. യാ, ദാറ്റ് ഈസ് കറക്റ്റ്. ട്രഡീഷണൽ. ഓക്കെ, ട്രഡീഷണൽ. ഓക്കെ, അപ്പൊ ഒന്ന് വായിച്ചപ്പോ നമുക്കൊരു ഇൻകംപ്ലീറ്റ് ക്വസ്റ്റൻ ആണ്. എങ്ങനെയാണ് ഇൻകംപ്ലീറ്റ് ക്വസ്റ്റൻ എൻഡ് ചെയ്യുന്നത്? ബിക്കോസ് ഓഫിലാണ്. ബിക്കോസ് ഓഫ് എന്ന് പറയുമ്പോൾ ബിക്കോസ് വരുമ്പോ എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? റീസൺ അല്ലെ? റീസൺ. കറക്റ്റ്. റീസൺ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്തിന്റെ റീസണാ കണ്ടുപിടിക്കേണ്ടത്? Conventional management of phobias എന്താണ്? Problematic. Yes. Reason for conventional management of phobias being problematic. Okay. So ഞാൻ reason ആണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് why തുടങ്ങാം. Why is conventional management of phobia problematic? Or one second. Why can conventional management of phobia be problematic? എന്തുകൊണ്ടാണ് ഈ കൺവെൻഷണൽ മാനേജ്മെന്റ്, ട്രഡീഷണൽ വേ ഓഫ് മാനേജിങ് ഫോബിയാസ് പ്രോബ്ലമാറ്റിക് ആണെന്ന് പറയാനുള്ള കാരണം അതെന്നാ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി. സോ റൈറ്റർ പറയുന്നു കൺവെൻഷണൽ മാനേജ്മെന്റ് ഓഫ് ഫോബിയാസ് പ്രോബ്ലമാറ്റിക് ആണെന്ന്. വൈ ആകാൻ സാധ്യതയുണ്ട്, അത് എന്തുകൊണ്ടാണ്? ഓക്കെ, ഓൾറൈറ്റ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫ് വായിച്ചു നോക്കാം. ഓൾ ഓഫ് യു നിങ്ങൾ ഹെഡിങ് വായിക്കാം, നിങ്ങളുടെ ഹെഡിങ് വായിക്കാം. ഗോ ത്രൂ ദ ഫസ്റ്റ് പാരഗ്രാഫ്. യു ഹാവ് 55 seconds ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഒന്ന് നോക്കട്ടോ. All right, so I'll read the first paragraph for today. So today's heading is phobia of pills. Okay, phobia enna adonnu parne. What is phobia? Fear alle. Appo fear. Yes, very good. Fear. So irrational fear neയാണ് നമ്മൾ പറയാ phobia എന്നല്ലേ? Fear, irrational fear അല്ലെ? അപ്പൊ ഇറാഷണൽ ഫിയർ എന്നുള്ള പിൽസ്, മെഡിക്കേഷനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. 1 second. Yes. Okay. An irrational fear or phobia, irrational fear അല്ലെങ്കിൽ phobia can cause the heart to pound and the pulse to race. Okay, അപ്പൊ നമുക്ക് irrational ആയിട്ടുള്ള ഒരു ഫിയർ ഉണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു ഭയം ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഹാർട്ടിനെ ഭയങ്കരമായിട്ട് ഇത് ചെയ്തേക്കാം, ഹാർട്ട് ബീറ്റ് കൂട്ടിയേക്കാം. അതുപോലെ തന്നെ നമ്മുടെ പൾസിന്റെ ഇതും ഭയങ്കരമായിട്ട് ഇത് ചെയ്തേക്കാം. ഓക്കെ, ഇറ്റ് ക്യാൻ ലീഡ് ടു എ ഫുൾ ബ്ലോൺ പാനിക് അറ്റാക്ക്. ഓക്കെ, അപ്പൊ അത് അങ്ങനത്തെ ആ ഒരു ഫിയർ, അങ്ങനെ നമുക്ക് ഭയങ്കര ഹൃദയത്തിപ്പ് കൂടി പൾസ് ഒക്കെ റേസിംഗ് ആയിട്ട് നമുക്കൊരു ഫുൾ ബ്ലോൺ പാനിക് അറ്റാക്കിലോട്ട് നയിച്ചേക്കാം. ഓക്കെ, ആൻഡ് യെറ്റ് എന്നാൽ കൂടി ദ സഫറർ ഈസ് നോട്ട് ഇൻ എനി റിയൽ പെരൽ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഭയങ്കര ഒരു പാനിക് അറ്റാക്ക് പോലെയൊക്കെ വന്നേക്കാം, പക്ഷെ സഫറർ എന്താണ് എങ്കിൽ കൂടി അത് സഫർ ചെയ്യുന്ന ഒരാൾ എന്തിലല്ല, ഒരു റിയൽ ഡേഞ്ചറിലല്ല എങ്കിൽ കൂടി അവർക്കൊരു ഫുൾ ബ്ലോൺ കംപ്ലീറ്റ് ഒരു പാനിക് അറ്റാക്ക് ഫീൽ ചെയ്തേക്കാം. All it takes is a glimpse of, for example, a spider's web, or all it takes is a glimpse of spider's web, or for the mind and body to race into a panicked overdrive. അപ്പോൾ ഒരു പറയുന്ന ചെറിയ ഗ്ലിംസ് എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് കണ്ടാൽ മതി. ഓക്കെ, ഒരു സ്പൈഡറിനെ കാണണമെന്നില്ല, ഈ സ്പൈഡറിന്റെ ഒരു വെബ്, ആ ഒരു ഇതിന്റെ ഒരു വെബ് മാത്രം കണ്ടാൽ മതി, നമ്മുടെ മൈൻഡും ബോഡിയും ഒരു ഫുൾ ബ്ലോൺ ഭയങ്കരമായിട്ട് ഒരു പാനിക് ഓവർ ഡ്രൈവിലോട്ട് പോവാൻ. ഓക്കെ, അപ്പൊ സ്പൈഡറിനെ പേടിയുള്ള ആൾക്കാർക്ക് ആ സ്പൈഡറിനെ കാണണം എന്നൊന്നുമില്ല. ഓക്കെ, അവർക്ക് അതിന്റെ ഒരു വെബോ അത് അവിടെ ഉണ്ടെന്നുള്ള ഒരു സൂചന മാത്രം മതി, അത് കിട്ടിയാൽ മതി, അവരുടെ മൈൻഡും ബോഡിയും ഒരു കംപ്ലീറ്റ് പാനിക് ഓവർ ഡ്രൈവിലോട്ട് പോവാം. These fears are difficult to conquer. അപ്പൊ ഈ ഫിയേഴ്സിനെ കോൺകർ ചെയ്യാൻ, അതിനെ അവരെ നേരിടാനൊക്കെ നല്ല ഇത്തിരി ബുദ്ധിമുട്ടാണ്. Largely because although there are no treatment guidelines specifically about phobias, the traditional way of helping the sufferer is to expose them to the fear numerous times. അപ്പൊ ഇതിന് ഒരു ട്രീറ്റ്മെന്റ് ഗൈഡ് ലൈൻസും ഒന്നും ഇല്ലെങ്കിൽ കൂടി
ഓക്കെ, ഈ ട്രഡീഷണൽ വേ ഓഫ് ഈ ഇതോടുള്ള ഫോബിയ ഉള്ള ആളെ ഹെൽപ്പ് ചെയ്യുന്ന ട്രഡീഷണൽ വേ എന്താ, അവർക്ക് എന്തിനോടാണോ ഭയം അതിനോട് അവർക്ക് ഒരുപാട് തവണ ന്യൂമറസ് ടൈംസ് അവർക്ക് എന്താണ് അതിനൊരു എക്സ്പോഷർ കൊടുക്കാം. അതാണ് ട്രഡീഷണൽ വേ ഓഫ് ഡീലിംഗ് വിത്ത് ഫോബിയാസ്. അപ്പൊ ട്രീറ്റ്മെന്റ് ഗൈഡ് ലൈൻസ് ഇല്ല, എന്നാൽ കൂടി ട്രഡീഷണൽ വേ ഇങ്ങനെയാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ കോൺകർ ചെയ്യുക എന്നുള്ളത് എളുപ്പമല്ല. ഒന്ന് വായിച്ചു നോക്കി. അപ്പോൾ ഇറാഷണൽ ഫിയർ നമ്മളൊരു റിയൽ ഡേഞ്ചറിൽ അല്ലെങ്കിൽ കൂടി നമുക്കൊരു ഫുൾ ബ്ലോൺ പാനിക് അറ്റാക്കിലോട്ട് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. നമുക്ക് ആ സ്പൈഡറിനെ ഭയമുള്ളവർക്ക് സ്പൈഡറിനെ കാണണമെന്നില്ല, അതിന്റെ ആ ഒരു വെബോ അങ്ങനെയൊക്കെ ഒന്ന് കണ്ടാൽ മതി, അപ്പൊ തന്നെ നമ്മൾ ഭയങ്കരമായിട്ടൊരു പാനിക് ഓവർ ഡ്രൈവിലോട്ട് പോകും. ഓക്കെ, അപ്പൊ ഈ ഭയങ്ങളൊക്കെ നമുക്ക് കോൺകർ ചെയ്യാൻ ഇത്തിരി നല്ല ബുദ്ധിമുട്ടാണ്. അതിന്റെ ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് ഗൈഡ് ലൈൻസ് ഒന്നും ഇല്ലെങ്കിൽ കൂടി ഇതിനെ ട്രഡീഷണൽ വേ ഓഫ് ഇതുള്ള ആൾക്കാർക്ക് എങ്ങനെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക, അവർക്ക് അതിനോട് ആ സഫററെ എന്തിനോടാണോ അവർക്ക് ഭയം അതിനോട് അവർക്ക് വീണ്ടും വീണ്ടും എക്സ്പോഷർ കൊടുക്കുക എന്നുള്ളതാണ്. Though the cumulative effect of these experiences through the cumulative effect of these experiences അങ്ങനെ വീണ്ടും വീണ്ടും അവർക്ക് ആ എക്സ്പോഷർ കൊടുത്ത് അതിന്റെ ഒരു ഓവറോൾ ഇഫക്റ്റ് കൊണ്ട് sufferers should eventually feel an increasing sense of control over their phobia. അപ്പൊ അവർക്ക് എന്താണ്, സഫറേഴ്സിന് എന്ത് തോന്നണം, അവർക്കൊരു വീണ്ടും വീണ്ടും അവർക്ക് ആ ഫിയറിനോട് എക്സ്പോഷർ കിട്ടിയിട്ട് അതിന്റെ ഒരു ടോട്ടൽ ഇഫക്റ്റ് കൊണ്ട് അവർക്ക് എന്ത് തോന്നണം, അവരുടെ ഫോബിയയുടെ മേളിൽ ഒരു സെൻസ് ഓഫ് കൺട്രോൾ തോന്നണം. ഓക്കെ, ഇവൻച്വലി ഫീൽ ചെയ്യും. ഓക്കെ, അങ്ങനെയാണ്, അതാണ് സംഭവം. ഓക്കെ, എന്നിട്ട് അവർ പറയാണ് ഫോർ സം പീപ്പിൾ, ചില ആൾക്കാർക്ക് ദ പ്രോസസ് ഈസ് ടു പ്രൊട്രാക്റ്റഡ്. ഇപ്പൊ ഈ പ്രോസസ്സ് വീണ്ടും വീണ്ടും അവർക്ക് എന്തിനോടാണോ ഭയം അതിനോടുള്ള എക്സ്പോഷർ, അതിനോട് വീണ്ടും വീണ്ടും എക്സ്പോഷർ കിട്ടി ഇവൻച്വലി അവർക്ക് അവരുടെ ഭയത്തിന്റെ മേളിൽ ഒരു കൺട്രോൾ കിട്ടുക എന്നുള്ളൊരു സംഭവം പലർക്കും ഈസ് ടു പ്രൊട്രാക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ലോങ് ഡ്രോൺ പ്രോസസ്സാണ്. ബട്ട് എന്നിട്ട് അവർ പറയുന്നത് പക്ഷേ there may be a shortcut. അപ്പൊ ഇതിനൊക്കെ ഒരു ഷോർട്ട് കട്ട് ഉണ്ടായേക്കാം. ഡ്രഗ്സ് ദാറ്റ് വർക്ക് ടു ബൂസ്റ്റ് ലേണിംഗ് മേ ഹെൽപ്പ് someone with a phobia to detrain their brain, losing the fearful association that fuel the panic. അപ്പൊ അവർ പറയാണ് ചില ഡ്രഗ്സ്, ചില മെഡിക്കേഷൻസ് നമ്മുടെ ലേണിംഗ് ബൂസ്റ്റ് ചെയ്യുന്നത്, ലേണിംഗ് ബൂസ്റ്റ് ചെയ്യുന്ന ചില ഡ്രഗ്സ് ആൾക്കാരെ സഹായിച്ചേക്കാം. എന്തിന്, അവരുടെ ബ്രെയിനെ, ഫോബിയ ഉള്ള ആൾക്കാരുടെ ബ്രെയിനെ ഡീട്രെയിൻ ചെയ്യാൻ. ഓക്കെ, അങ്ങനെ അവർക്ക് ആ ഫിയറിന്റെ ആ അസോസിയേഷൻ ഉണ്ടല്ലോ ബ്രെയിനിൽ ഫോം ചെയ്തേക്കുന്ന, അത് അവരുടെ പാനിക് ഇന്റൻസിഫൈ ചെയ്യുന്ന ആ ഫിയർഫുൾ അസോസിയേഷൻസ് നഷ്ടപ്പെടാൻ അങ്ങനത്തെ മെഡിക്കേഷനിലൂടെ സാധിച്ചേക്കും എന്നാണ് അവർ പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കി. അപ്പൊ ഫോബിയ എന്താണ്, അതുകൊണ്ട് അതെങ്ങനെയാണ് ഒരു റിയൽ ഡേഞ്ചർ അല്ലെങ്കിലും അത് ആൾക്കാർക്ക് ഒരു പാനിക് ഓവർ ഡ്രൈവിലോട്ട് നയിച്ചേക്കാം. എക്സാക്ട്ലി അവർക്ക് എന്തിനോടാണോ പേടി അത് കണ്ടില്ലെങ്കിൽ കൂടി അതിന്റെ ഒരു സ്പൈഡറിനെ കണ്ടില്ല, സ്പൈഡർ വെബ് മാത്രം മതി ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് പേടി പാനിക് ഓവർ ഡ്രൈവിലോട്ട് പോവാൻ. ഓക്കെ, അപ്പൊ ഇതിന് എന്തായാലും ഗൈഡ് ലൈൻസ് ഒന്നുമില്ല, പക്ഷെ ട്രഡീഷണൽ വേ ഓഫ് ഹെൽപ്പിംഗ് ദ സഫറേഴ്സ്, ട്രഡീഷണൽ വേ എങ്ങനെയാണ്, ആർക്കാണോ ഈ ഫോബിയ ഉള്ള അവരെ വീണ്ടും വീണ്ടും അവർക്ക് എന്തിനോടാണോ ഭയം അതിനോടുള്ള എക്സ്പോഷർ ന്യൂമറസ് ടൈം കൊടുക്കുക. എന്നിട്ട് അങ്ങനത്തെ ന്യൂമറസ് ടൈം എക്സ്പോഷറിൽ നിന്ന് കിട്ടുന്ന ഒരു ഓവറോൾ എക്സ്പീരിയൻസുകളിലൂടെ ഇവൻച്വലി ആളുടെ ഫോബിയയുടെ മേളിൽ ഒരു കൺട്രോൾ ഫീൽ ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് അവർ ഫോബിയനെ നേരിടാൻ ട്രഡീഷണലി ശ്രമിക്കുന്നത്. ഓക്കെ, പക്ഷെ ചില ആൾക്കാർക്ക് ഈ പ്രോസസ്സ് എന്താണ് വളരെ പ്രൊലോങ്ഡ് ആണ്, ഭയങ്കരമായിട്ട് ഇങ്ങനെ പെട്ടെന്ന് തീരില്ല, ഒരുപാട് തവണ അവർക്ക് ഇങ്ങനെ എന്താ പറയുക എക്സ്പോഷർ കിട്ടി. ഇറ്റ്സ് എ ലോങ് പ്രോസസ് ഫോർ സം പീപ്പിൾ, റൈറ്റ്? സോ അപ്പൊ അതുകൊണ്ട് തന്നെ റൈറ്റർ പറയുന്നത് അപ്പൊ ഷോർട്ട് കട്ട് ഉണ്ടായേക്കാം, ഇതിനൊരു ഷോർട്ട് കട്ട് നമുക്ക് ഉണ്ടായേക്കാം. അതെന്താണ്, ഡ്രഗ്സ് അല്ലെ, നമ്മുടെ ലേണിംഗ് ബൂസ്റ്റ് ചെയ്യുന്ന ഡ്രഗ്സ്, അത് നമ്മുടെ ബ്രെയിന് ഈ ഫോബിയയിൽ നിന്ന് ഡീട്രെയിൻ ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് ആ ഒരു ബ്രെയിനിൽ ഫോം ചെയ്തേക്കുന്ന പാനിക് ഇന്റൻസിഫൈ ചെയ്യുന്ന ആ പേടിയുടെ കണക്ഷൻ അവർക്കത് ലൂസ് ചെയ്യാൻ പറ്റും ഈ ഡ്രഗ്സിലൂടെ. ഒന്ന് വായിച്ചു നോക്കി, നിങ്ങൾക്ക് ക്ലിയർ കട്ടായിട്ട് മനസ്സിലായോ? സോനിയ, രാധിക, അനു, പ്രിൻസി, സോനിയ, സ്മിത, ജസീന, ലിനിയ, രശ്മി, അതേഴ്സ്, ആർ യു ക്ലിയർ? വ്യക്തമായിട്ട് ഇത് മനസ്സിലായോ? എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? ഒന്ന് പറഞ്ഞേ. ഓക്കെ, അപ്പൊ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ ട്രഡീഷണൽ മാനേജ്മെന്റ് ഓഫ് ഫോബിയ പ്രോബ്ലമാറ്റിക് ആണ് എന്ന് റൈറ്റർ പറയണ ഫസ്റ്റ് പാരഗ്രാഫിൽ. ഓക്കെ, അപ്പൊ നമുക്ക് വായിച്ചു നോക്കട്ടെ. ഒന്ന് ചേർത്ത് വായിച്ചോളൂ. ആരെ വായിച്ചിരുന്ന ഒന്ന് വായിച്ചോളൂ. ഓപ്ഷൻസ് നിങ്ങൾ നോക്കി, ഇതൊരു ക്വസ്റ്റ്യൻ മാർക്കോട് കൂടി എൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ അല്ല, അതിന് നമ്മൾ ഇൻകംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് ഇറ്റ് ഈസ് ബെറ്റർ നിങ്ങൾ ഓപ്ഷൻസ് വായിക്കുമ്പോൾ ചോദ്യം ചേർത്ത് വായിക്കാം. ഒന്ന് വായിച്ചോളൂ കേട്ടോ. The writer says that conventional management of photophobia can be problematic because of the lasting psychological effect of the treatment. ഇവിടെ ഫോട്ടോഫോബിയ എന്ന് കൊടുത്തിട്ടില്ല കേട്ടോ, ഒന്ന് വായിച്ചോക്കി ശരിക്കും.
In the first Phobia. paragraph, the writer says that conventional management of phobias can be problematic because of the lasting psychological effects of the treatment. ഈ ട്രീറ്റ്മെന്റ് കൊണ്ട് ഉണ്ടാകാവുന്ന ലാസ്റ്റിംഗ് ഒരുപാട് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ ഇഫക്ട്സ് ആണോ? അതുകൊണ്ടാണോ ഈ കൺവെൻഷൻ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? സൈക്കോളജിക്കൽ ഇഫക്ട്സ് പറഞ്ഞിട്ടുണ്ടോ ഈ ട്രീറ്റ്മെന്റ്സിന്റെ? ഇല്ല ഇല്ല ഇല്ല. ഓക്കെ, നമ്മളായിട്ട് അവിടെ പറഞ്ഞിട്ടില്ല. നമ്മൾ ഓക്കെ മിസ് ന്യൂമറസ് ടൈംസ് എക്സ്പോഷർ കിട്ടുമ്പോൾ അവർക്ക് സൈക്കോളജിക്കലി അവരെ ബാധിക്കില്ല എന്ന് നിങ്ങൾ ഊഹിക്കുന്നതാ. ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ സൈക്കോളജിക്കൽ ഇഫക്ട്സ് ഉണ്ടെന്ന് പറഞ്ഞ കാര്യം? ഇവിടെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പ്രോബ്ലമാറ്റിക് ആവാൻ കാരണം സൈക്കോളജിക്കൽ ലോങ് ലാസ്റ്റിംഗ് സൈക്കോളജിക്കൽ ഇഫക്ട്സ് ആണെന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, അടുത്ത് വായിച്ചോളൂ കേട്ടോ. The writer says that conventional management of phobia can be problematic because of the time required to identify the cause of the phobia. ഈ ഫോബിയയുടെ കോസ് ഐഡന്റിഫൈ ചെയ്യാൻ എടുക്കുന്ന സമയം, അതുകൊണ്ടാണ് ട്രഡീഷണൽ വേ ഓഫ് മാനേജിങ് ഫോബിയ ഇസ് പ്രോബ്ലമാറ്റിക്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്തോരു സമയം എടുക്കും പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യാൻ, അതുകൊണ്ടാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. അടുത്ത് വായിച്ചോളൂ. The writer says that the conventional management of phobia can be problematic because of the limited choice of therapies available to professionals. ഈ കൺവെൻഷൻ ട്രഡീഷണൽ മാനേജ്മെന്റ് ഓഫ് ഫോബിയ പ്രോബ്ലമാറ്റിക് ആകാനുള്ള കാരണം പ്രൊഫഷണൽസിന് അധികം തെറപ്പീസിന് ചോയ്സ് ലിമിറ്റഡ് ചോയ്സ് ഉള്ളൂ തെറപ്പീസിന്. അതുകൊണ്ടാണോ? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അല്ലെ. അപ്പൊ ഓക്കെ, എലിമിനേഷനിലൂടെ ഡി ആണ് ആൻസർ അല്ലെ. അപ്പൊ ഡി ഒന്ന് വായിച്ചേ, ഓപ്ഷൻ ഡി വായിച്ചേ. The writer says that the conventional management of phobia can be problematic because of the need for the phobia to be confronted repeatedly over time. Confronted means met with. Okay, അപ്പോ met with. Okay, അപ്പൊ നമ്മള് ആ ഫോബിയ എന്തിനോടാണോ ഭയം അത് വീണ്ടും നമുക്കത് മീറ്റ് ചെയ്യണം അല്ലെ, കൺഫ്രണ്ട് ചെയ്യണം അല്ലെ. അത് കാരണമല്ലേ അത് പ്രോബ്ലമാറ്റിക്. നോക്കിയേ, the helpless sufferer numerous time അവർക്ക് അവരുടെ അത് എക്സ്പോഷർ വേണം. വെയിറ്റ് എ സെക്കൻഡ്, അതിന്റെ അതിൽ നിന്ന് കിട്ടുന്ന ടോട്ടൽ ഇഫക്റ്റ് ആണ് സഫറേഴ്സിന് ഒരു സെൻസ് ഓഫ് കൺട്രോൾ കൊടുക്കണേ. പക്ഷെ ചില ആൾക്കാർക്ക് ഈ പ്രോസസ്സ് പ്രൊട്രാക്റ്റഡ് ആണ്, വളരെ പ്രൊലോങ്ഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ റിപ്പീറ്റഡ്ലി ഓവർ ടൈം ഇതിങ്ങനെ എക്സ്പോഷർ വേണം. അതല്ലേ ഒരു പ്രശ്നം അവിടെ. ഓക്കെ, അതുകൊണ്ടല്ലേ അയാൾ പറഞ്ഞേക്കുന്നത്. പക്ഷെ ഒരു ഷോർട്ട് കട്ട് ഉണ്ടാവും. ഇവിടെ പ്രശ്നം എന്താ? റിപ്പീറ്റഡ്ലി ന്യൂമറസ് ടൈം ആൾക്കാർക്ക് ഇതിന് എക്സ്പോഷർ കിട്ടണം. അതാണല്ലോ നമ്മുടെ കൺവെൻഷണൽ ട്രീറ്റ്മെന്റ്. ഓക്കെ, എന്നിട്ട് അയാൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെ അങ്ങനത്തെ എക്സ്പീരിയൻസിന്റെ അങ്ങനത്തെ ആ എക്സ്പീരിയൻസുകളുടെ ഒരുപാട് തവണ നടത്തി വീണ്ടും എക്സ്പോഷർ കിട്ടിയ ഓവറോൾ എക്സ്പീരിയൻസസിന്റെ അതിലൂടെ ആൾക്കാർക്ക് ഒരു സെൻസ് ഓഫ് കൺട്രോൾ കിട്ടും അവരുടെ ഭയത്തിന്റെ മേളില്. പക്ഷെ ചില ആൾക്കാർക്ക് ഈ സംഭവം ഏത് പ്രോസസ്സാ പ്രൊട്രാക്റ്റഡ് ആണെന്ന് പറഞ്ഞേക്കണേ, വളരെ പ്രൊലോങ്ഡ് ആണെന്ന് പറഞ്ഞേക്കുന്ന പ്രോസസ് ഏതാ ഒന്ന് പറഞ്ഞേ. എക്സ്പോസ് അല്ലെ. പ്രോസസ് എന്താ ഇവിടെ? വീണ്ടും എക്സ്പോഷർ കൊടുക്കുക അല്ലെ, ന്യൂമറസ് ടൈംസ്. അത് വളരെ പ്രൊലോങ്ഡ് ആണ്, പ്രൊട്രാക്റ്റഡ് ആണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഒരു ഷോർട്ട് കട്ട് ഉണ്ടായേക്കാം. ഒരു ഷോർട്ട് കട്ട് എന്നിട്ട് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ റിപ്പീറ്റഡ്ലി അല്ലെ വീണ്ടും കൺഫ്രണ്ട് ചെയ്യുന്ന ആ ഒരു ലോങ് പ്രോസസ്സിനല്ലേ അതല്ലേ അതിന്റെ പ്രശ്നം. അതുകൊണ്ടാണ് ഡി ആൻസർ. നിങ്ങളൊന്ന് വായിച്ചു നോക്കേ. അപ്പൊ ഇവിടെ എവിടെയും ലാസ്റ്റിംഗ് നിങ്ങൾ പലരും ചൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നാണ് ഇത് ഭയങ്കര ലോങ് പ്രോസസ്സിൽ. അപ്പൊ ഇതുകൊണ്ട് ആൾക്കാരെ സൈക്കോളജിക്കലി ബാധിക്കില്ല. പക്ഷെ അവിടെ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അത് നമ്മുടെ അസംഷൻ ആയിരിക്കും കേട്ടോ, നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷെ ഡി നോക്കി വീണ്ടും അതപ്പൊ അതുകൊണ്ടാണ് ഇതിങ്ങനെ ലോങ് പ്രോസസ് അല്ലേ. അതുകൊണ്ടാണ് ഷോർട്ട് കട്ട് അവിടെ പറഞ്ഞേക്കണേ അല്ലേ. റൈറ്റർ ഷോർട്ട് കട്ട് സജസ്റ്റ് ചെയ്യാൻ കാരണം എന്താ? ഈ പ്രോസസ് വളരെ പ്രൊലോങ്ഡ് ആണ്. എന്തുകൊണ്ടാണ് പ്രൊലോങ്ഡ്? വീണ്ടും ന്യൂമറസ് ടൈം അതിനെ എക്സ്പോസ് ചെയ്യണം ആ ഫിയറിനോട് അല്ലെ. എന്നാലാണ് അവർക്ക് അവരുടെ ഫിയറിന്റെ മേലൊരു സെൻസ് ഓഫ് കൺട്രോൾ കിട്ടുള്ളൂ. ക്ലിക്ക് ആയോ? വ്യക്തതയോടുകൂടി നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് വിത്തൗട്ട് കൺഫ്യൂസിംഗ് യു ഹാവ് ഐ കൺവേഡ് മൈസെൽഫ് ക്ലിയർലി. ആതിര, അനു, ലിൻഡ, രാധിക, സോനിയ, സ്മിത ക്ലിയർ ആണോ? ജസീന ക്ലിയർ ആണോ? സൂര്യ ക്ലിയർ ആണോ? അല്ലെ? ജാൻസി ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം കേട്ടോ. ഐ നീഡ് യുവർ ഫുൾ അറ്റൻഷൻ. നമുക്ക് സെക്കൻഡ് പാരഗ്രാഫിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ആദ്യത്തെ വൊക്കാബുലറി ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. 8th one. In the second paragraph, the writer uses the phrase dark side to reinforce the idea that. റെയിൻഫോഴ്സ് എന്ന് പറഞ്ഞ എന്നാ അർത്ഥം? റീഎൻഫോഴ്സ് അല്ല കേട്ടോ. വാക്ക് ശരിക്കും നോക്കി. റെയിൻഫോഴ്സ് എന്ന് പറഞ്ഞ എന്നാ അർത്ഥം? നമ്മളൊരു സ്ട്രെങ്തൻ. ഓക്കെ, നമ്മളൊരു അത് തന്നെ ടു റെയിൻഫോഴ്സ് ദി ഐഡിയ. അപ്പൊ നമുക്ക് ഇവിടെ എന്താ കണ്ടു? നിങ്ങൾ ഇൻകംപ്ലീറ്റ് ക്വസ്റ്റൻ അല്ലേ. അപ്പൊ നോക്കി ടു റെയിൻഫോഴ്സ് ദി ഐഡിയ. അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? വാട്ട് ഐഡിയ? എന്ത് ഐഡിയ ആണ്? വാട്ട് ഐഡിയ ഈസ്? വെരി ഗുഡ്. റെയിൻഫോഴ്സ്ഡ്
by using the phrase dark side. Dark side. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾക്ക്, by using the phrase dark side, ഒരു സംഭവം the dark side of a treatment അല്ലെങ്കിൽ of a process എന്ന് പറഞ്ഞാൽ അതിന്റെ പോസിറ്റീവ് ആസ്പെക്ട് ആണ് അവിടെ പറയണത്, നെഗറ്റീവ് ആണ് അല്ലെ? അപ്പൊ അത് മനസ്സിൽ വെച്ചോട്ടോ. അപ്പൊ എന്തോ ഒരു ഐഡിയ റെയിൻഫോഴ്സ് ചെയ്യാനാണ് ഡാർക്ക് സൈഡ് എന്നുള്ള ഒരു ഫ്രേസ് വെച്ച് എന്ത് ഐഡിയ ആണ് റെയിൻഫോഴ്സ് ചെയ്യുന്നത് അത് നമുക്ക് കണ്ടുപിടിക്കേണ്ട വൊക്കാബുലറി ക്വസ്റ്റൻ ആണ്. അപ്പൊ ഇവിടെ നോക്കിക്കോളൂ, ഒരു മിനിറ്റ് കേട്ടോ. സോ ഇവിടെയാണ്, ഇതാണ് വൊക്കാബുലറി ഉള്ള സെന്റൻസ്, വൊക്കാബുലറി കഴിഞ്ഞിട്ടുള്ള സെന്റൻസ്. ഓക്കെ, ഒരു കാര്യം ചെയ്തു, നിങ്ങൾ ഇവിടെ വരെ വായിച്ചു, ഒന്ന് വായിച്ചു കേട്ടോ. മുൻപുള്ള സെന്റൻസ് മുൻപത്തെ പാരയാണ്. അപ്പൊ വൊക്കാബുലറി ഉള്ള സെന്റൻസ്, അത് കഴിഞ്ഞ ഒരു സെന്റൻസ്, ജസ്റ്റ് ടു ബി സേഫ് അത് രണ്ട് സെന്റൻസ് ഇത്രയും വരെ വായിച്ചു. ഒന്ന് വായിക്കോ ഈ ആദ്യത്തെ മൂന്ന് സെന്റൻസ്. Jessina, can you read these three sentences for me, please? Yes. Okay. The brain's extraordinary ability to store new memories and forge association is so well celebrated that its dark side is often disregarded. A feeling of contentment is easily evoked when we see a photo of loved ones, though the memory may sometimes be more idealized than exact. In the case of a phobia, however, a nasty experience with, say, spiders that once triggered a panicked reaction leads the feeling to research whenever the relevant cue is seen again. ഓക്കെ, അപ്പോ നിങ്ങൾ ഡാർക്ക് സൈഡിന്റെ മീനിങ് എനിക്ക് പറഞ്ഞു തന്നോട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ദ ബ്രെയിൻസ് എക്സ്ട്രാ ഓർഡിനറി എബിലിറ്റി ടു സ്റ്റോർ ന്യൂ മെമ്മറീസ്. ഓക്കെ, അപ്പൊ നമ്മുടെ ബ്രെയിൻ എന്തുണ്ട്, ഒരു എക്സ്ട്രാ ഓർഡിനറി എബിലിറ്റി ഉണ്ട്. എന്താണ് എക്സ്ട്രാ ഓർഡിനറി എബിലിറ്റി? ടു സ്റ്റോർ ന്യൂ മെമ്മറീസ്, പുതിയ മെമ്മറീസ് സ്റ്റോർ ചെയ്യാനും, ആൻഡ് ഫോർജ് എന്ന് വെച്ചാൽ ഫോം അസോസിയേഷൻസ് ഈസ് സോ വെൽ സെലിബ്രേറ്റഡ്. അപ്പൊ നമ്മുടെ ബ്രെയിനിന്റെ എക്സ്ട്രാ ഓർഡിനറി എബിലിറ്റി, പുതിയ മെമ്മറീസ് സ്റ്റോർ ചെയ്യാനും പുതിയ അസോസിയേഷൻസ് ഫോം ചെയ്യാനുള്ള ആ ഒരു എക്സ്ട്രാ ഓർഡിനറി എബിലിറ്റി നമ്മൾ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അത് ഭയങ്കരമായിട്ട്, അപ്പൊ അതൊരു പോസിറ്റീവ് ആസ്പെക്ട് ആണ് അല്ലെ? എന്താണ് ബ്രെയിനിന്റെ ഈ എക്സ്ട്രാ ഓർഡിനറി എബിലിറ്റി അല്ലെ? അപ്പൊ അതൊരു പോസിറ്റീവ് സംഭവമാണ്. എന്താണത്? പുതിയ മെമ്മറീസ് സ്റ്റോർ ചെയ്യാനും പുതിയ അസോസിയേഷൻസ് ഫോം ചെയ്യാനുള്ള ആ ഒരു കേപ്പബിലിറ്റി ബ്രെയിനിന്റെ, അത് വളരെ വെൽ സെലിബ്രേറ്റഡ് ആണ്. നമ്മൾ ആക്ച്വലി ഭയങ്കരമായിട്ട് അതിനെ നമ്മൾ അപ്രൂവ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഓക്കെ, that its dark side is often disregarded. അപ്പൊ നമ്മൾ അത്രയും അതിന്റെ ആ പോസിറ്റീവ് ആസ്പെക്ട്, എക്സ്ട്രാ ഓർഡിനറി എബിലിറ്റിനെ അത്രയ്ക്കും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അതിന്റെ ഡാർക്ക് സൈഡ്, എന്തിന്റെ ഡാർക്ക് സൈഡ് ആണ് നമ്മൾ ഓഫൻ ഡിസ്റിഗാർഡ് ചെയ്യണത്? ബ്രെയിനിന്റെ അല്ലെ? ബ്രെയിനിന്റെ ഡാർക്ക് സൈഡ്. അപ്പൊ ബ്രെയിനിന്റെ ഈ പോസിറ്റീവ് ആസ്പെക്ട് എന്താണ്? അതിന് പുതിയ മെമ്മറീസ് ഫോം ചെയ്യാനും പുതിയ അസോസിയേഷൻസ് ഫോം ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അത് നമ്മൾ വെൽ സെലിബ്രേറ്റഡ് ആണ്. ഓക്കെ, നമ്മൾ എല്ലാവരും അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ അത് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ഡാർക്ക് സൈഡ്, അതിന്റെ ആ ഒരു നെഗറ്റീവ് ആസ്പെക്ട്, നമ്മൾ എന്തിന്റെ നെഗറ്റീവ് ആസ്പെക്ട്? ബ്രെയിനിന്റെ നെഗറ്റീവ് ആസ്പെക്ട് നമ്മൾ എപ്പോഴും ഡിസ്റിഗാർഡ് ചെയ്യണം. അതിന്റെ നെഗറ്റീവ്, അതേതെവിടെ? ബ്രെയിൻ ആണ്. ബ്രെയിനിന്റെ നെഗറ്റീവ് ആസ്പെക്ട് നമ്മൾ പലപ്പോഴും ഡിസ്റിഗാർഡ് ചെയ്യണം, ഇഗ്നോർ ചെയ്യണം. എന്നിട്ട് അവർ പറയാണ്, a feeling of contentment is easily evoked when we see a photo of loved ones, though the memory may be sometimes more idealized than exact. അപ്പൊ ഒന്ന് വായിച്ചു നോക്കി. അപ്പൊ അവർ പറയാണ്, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ ഒരു ഫോട്ടോ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു സന്തോഷത്തിന്റെ, ഒരു കണ്ടന്റ്മെന്റ്, ഒരു സാറ്റിസ്ഫാക്ഷന്റെ ഒരു ഫീലിംഗ് വളരെ എളുപ്പത്തിൽ ഇവോക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷെ നമ്മുടെ മനസ്സിൽ വരുന്ന ആ ഒരു മെമ്മറി, ആ ഓർമ്മ, ഈ ഫോട്ടോ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഓർമ്മ ചിലപ്പോൾ നമുക്ക് ആ ഒരു എക്സാക്ട് ഒരു കാര്യമായിരിക്കില്ല. ഓക്കെ, നമ്മളൊരു ഫോട്ടോ കാണുമ്പോൾ നമ്മൾ ഓർത്തിട്ട് നമുക്കൊരു കോണ്ടന്റ്മെന്റ്, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമല്ലോ. ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ആ ഒരു മെമ്മറി ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ആ ഓർമ്മ അന്ന് നടന്ന എക്സാക്ട് കാര്യമല്ല. ആ ഫോട്ടോയിൽ ഇപ്പൊ നമ്മൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിലൊരു മെമ്മറി ഇവോക്ക് ആവാണ്. അപ്പൊ നമുക്കൊരു സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ തോന്നും. നമ്മുടെ മനസ്സിൽ വരുന്ന ആ മെമ്മറി ചിലപ്പോൾ അന്ന് നടന്ന ആ കാര്യത്തിന്റെ എക്സാക്ട് ആയിരിക്കില്ല, പക്ഷെ നമ്മുടെ മൈൻഡിൽ ഒരു ഐഡിയലൈസ്, ഒരു പെർഫെക്റ്റ് വേർഷൻ ആണ്. എന്ന് വെച്ചാൽ എന്താ, നല്ലൊരു മെമ്മറി ആണെങ്കിൽ കൂടി അതിൽ ചിലപ്പോൾ അന്ന് നടന്ന എക്സാക്ട് കാര്യമായിരിക്കില്ല നമ്മുടെ മനസ്സിൽ ഒരു ഇത് കൊണ്ടുവരാം, പക്ഷെ അതിന്റെ ഒരു ഐഡിയലൈസ്ഡ് വേർഷൻ ആയിരിക്കും. നമ്മൾ ഓർത്തെടുക്കുന്ന ആ വേർഷൻ ഒരു പെർഫെക്റ്റ് വേർഷൻ ആയിരിക്കും. എന്ന് വെച്ചാൽ അന്ന് നടന്ന എക്സാക്ട് കാര്യമായിരിക്കില്ല നമ്മുടെ മനസ്സിൽ തന്നെ.
ഓക്കെ, ഒറിജിനലി നടന്ന ആ ഇവന്റിന്റെ ഒറിജിനൽ സംഭവം ആയിരിക്കില്ല നമ്മുടെ മനസ്സിൽ വരുന്നത്, റാദർ ആൻ ഐഡിയലൈസ്ഡ് വേർഷൻ, ഒരു പെർഫെക്റ്റ് വേർഷൻ ആയിരിക്കും നമ്മുടെ മനസ്സിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഓക്കെ അങ്ങനെ പറഞ്ഞിട്ട് അവർ പറയാണ് ഇൻ ദ കേസ് ഓഫ് എ ഫോബിയ ഹൗഎവർ. അപ്പൊ ഇവര് പറഞ്ഞു നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ ഒരു ഫോട്ടോ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന മെമ്മറി, നമുക്ക് ആ ഫോട്ടോ കാണുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ നമുക്ക് വളരെ ഈസിലി നമ്മുടെ മനസ്സിൽ വന്നേക്കാം. പക്ഷെ നമുക്ക് വരുന്ന ആ ഓർമ്മ, ആ ഫോട്ടോ കാണുമ്പോൾ നമ്മൾ ഓർത്തെടുക്കുന്ന കാര്യം അന്ന് നടന്ന എക്സാക്ട് കാര്യമല്ല. നമ്മുടെ മനസ്സിൽ വരുന്ന ആ മെമ്മറി ഇത്രയും കൂടി ഐഡിയലൈസ്ഡ് ആയിരിക്കും, അന്ന് നടന്നതിനേക്കാൾ ഇത്രയും കൂടി ഒരു പെർഫെക്റ്റ് വേർഷൻ ഓഫ് ദി ഇവന്റ്സ് ആയിരിക്കും നമ്മുടെ മനസ്സിൽ വരിക. ഓക്കെ, എന്നിട്ട് അവർ പറയാൻ ഇനി ഫോബിയയുടെ കേസിൽ പക്ഷെ ഒരു നാസ്റ്റി എക്സ്പീരിയൻസ്, ഒരു ബാഡ് എക്സ്പീരിയൻസ്, സേ സ്പൈഡേഴ്സ് ആയിട്ട് നമുക്കൊരു ചീത്ത ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. ഓക്കെ, ദാറ്റ് വൺസ് ട്രിഗേർഡ് എ പാനിക് റിയാക്ഷൻ. അപ്പോൾ ആ എക്സ്പീരിയൻസ്, നമുക്കുണ്ടായ അനുഭവം, ഫോർ എക്സാമ്പിൾ ഒരു ബാഡ് സിറ്റുവേഷൻ ആയിരുന്നു, ഒരു നല്ലൊരു മെമ്മറി അല്ല, ഒരു ചീത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ചീത്ത എക്സ്പീരിയൻസ് ഫോർ എക്സാമ്പിൾ സ്പൈഡേഴ്സ് ഇൻവോൾവ് ആയെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ആ സ്പൈഡറിനെ കണ്ടപ്പോൾ അത് എന്ത് ട്രിഗർ ചെയ്തു, നമുക്കൊരു പാനിക് റിയാക്ഷൻ ട്രിഗർ ചെയ്തു. Okay, in the case of a phobia, however, a nasty experience with say spiders that once triggered a panic reaction. അപ്പൊ പണ്ട് നമ്മൾ സ്പൈഡറിനെ കണ്ടപ്പോൾ നമുക്ക് ഉണ്ടായ ഒരു പാനിക് റിയാക്ഷൻ, ഓക്കെ, അന്ന് അത് ട്രിഗർ ചെയ്തിരുന്നു. ആ എക്സ്പീരിയൻസ് ഉണ്ടായ സമയത്ത് നമുക്ക് സ്പൈഡേഴ്സിനെ കണ്ടപ്പോൾ, അതേ സ്പൈഡേഴ്സിന്റെ എക്സാമ്പിൾ തന്നേക്കണേ. ഓക്കെ, നമുക്ക് അനുഭവം ഉണ്ടായപ്പോൾ ഇറ്റ് വാസ് എ ബാഡ് എക്സ്പീരിയൻസ് ബിക്കോസ് സ്പൈഡേഴ്സിനെ കണ്ടു, അത് നമുക്കൊരു പാനിക് റിയാക്ഷൻ ട്രിഗർ ചെയ്തു. അത് ലീഡ്സ് ദ ഫീലിംഗ് ടു കം ബാക്ക് whenever the relevant cue is seen again. പിന്നീട് അന്ന് അപ്പൊ ഫസ്റ്റ് ആ എക്സ്പീരിയൻസ് ഉണ്ടായപ്പോ ഇറ്റ് വാസ് എ നാസ്റ്റി എക്സ്പീരിയൻസ്, അത് എന്ത് ട്രിഗർ ചെയ്തു, ഒരു പാനിക് റിയാക്ഷൻ ട്രിഗർ ചെയ്ത ആ എക്സ്പീരിയൻസ് പിന്നീട് അതേ ക്യൂ കാണുമ്പോൾ, ആ ഒരു സംഭവം അന്ന് നമ്മൾ എന്ത് കണ്ടിട്ടാണോ നമുക്ക് ആ പാനിക് റിയാക്ഷൻ കാണുന്നത്, അത് പിന്നീട് നമ്മൾ കാണുമ്പോൾ എന്താണ് ആ പാനിക് റിയാക്ഷൻ, അന്നുണ്ടായ അതേ ഫീലിംഗ് തിരിച്ചു വന്നേക്കാം. ഓക്കെ, ഒന്ന് വായിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞു തന്നതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങൾ പറഞ്ഞതായിരുന്നു കറക്റ്റ്. ഐ മെസ് ദാറ്റ് അപ്പ്. ലെറ്റ് മീ ക്ലാരിഫൈ. ഒന്നുകൂടി ഞാൻ പറയാം. ദ ബ്രെയിൻസ് എക്സ്ട്രാ ഓർഡിനറി എബിലിറ്റി ടു സ്റ്റോർ ന്യൂ മെമ്മറീസ് ആൻഡ് ഫോർജ് അസോസിയേഷൻസ് ഈസ് സോ വെൽ സെലിബ്രേറ്റഡ് ദാറ്റ് ഇറ്റ്സ് ഡാർക്ക് സൈഡ് ഈസ് ഓഫൻ ഡിസ്റിഗാർഡഡ്. അപ്പൊ ഇവിടെ ഡാർക്ക് സൈഡ് അതിന്റെ ഡാർക്ക് സൈഡ് എന്ന് പറയുന്നത് ബ്രെയിനിന്റെ ഡാർക്ക് സൈഡ് അല്ല, ഈ എക്സ്ട്രാ ഓർഡിനറി എബിലിറ്റിയുടെ ഡാർക്ക് സൈഡ് പലപ്പോഴും നമ്മൾ ഡിസ്റിഗാർഡ് ചെയ്യാണ്. ഒന്നുകൂടി ഞാൻ പറയാം. അപ്പൊ നമ്മുടെ ബ്രെയിൻ ഒരു എക്സ്ട്രാ ഓർഡിനറി എബിലിറ്റിന്റെ എന്താണ്, പുതിയ മെമ്മറീസ് ഫോം ചെയ്യാനും നല്ല അസോസിയേഷൻസ് കണക്ഷൻസ് ഫോം ചെയ്യാനും. ഓക്കെ, ആ ഒരു സംഭവം നമ്മൾ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു എബിലിറ്റിയുടെ ഒരു ഡാർക്ക് സൈഡ് നമ്മൾ പലപ്പോഴും ഡിസ്റിഗാർഡ് ചെയ്യും. അതിന്റെ ഡാർക്ക് സൈഡ് എന്ന് ഉദ്ദേശിച്ചത് ബ്രെയിനിന്റെ ഡാർക്ക് സൈഡ് അല്ല, ബ്രെയിൻസ് എക്സ്ട്രാ ഓർഡിനറി എബിലിറ്റി. ഇവിടെ ബ്രെയിനിന്റെ എന്നാണ് തന്നേക്കുന്നത്. അപ്പൊ ഇറ്റ്സ് എന്ന് പറയുമ്പോൾ ബ്രെയിനിന്റെ എക്സ്ട്രാ ഓർഡിനറി എബിലിറ്റി, അതിന്റെ ഡാർക്ക് സൈഡ് നമ്മൾ പലപ്പോഴും ഡിസ്റിഗാർഡ് ചെയ്യാണ്. നമുക്ക് നമ്മുടെ ഒരു ഇഷ്ടപ്പെട്ട ഒരാളുടെ ഒരു പിക്ചർ കാണുമ്പോൾ നമുക്കൊരു നല്ലൊരു ഫീലിംഗ് തോന്നും. ആ ഫീലിംഗിൽ നമ്മുടെ മനസ്സിൽ വരുന്ന മെമ്മറി ചിലപ്പോൾ അന്ന് ഒറിജിനൽ നടന്ന എക്സാക്ട് കാര്യമായിരിക്കില്ല നമ്മുടെ മനസ്സിൽ വരുന്ന, അതിന്റെ ഒരു ഐഡിയലൈസ്ഡ് വേർഷൻ ആയിരിക്കും, മച്ച് ബെറ്റർ വേർഷൻ ആയിരിക്കും, കാരണം അതൊരു ഹാപ്പി മെമ്മറി ആയ കാരണം. എന്നിട്ട് അവർ പറയാണ് പക്ഷെ ഒരു ഫോബിയയുടെ കാര്യത്തിൽ നമുക്കൊരു സ്പൈഡറിനെ കണ്ടു, ആ സ്പൈഡറിനെ കണ്ട് നമ്മുടെ മനസ്സിലൊരു ഒരു പാനിക് റിയാക്ഷൻ ട്രിഗർ ചെയ്തു. ഓക്കെ, അങ്ങനെയുള്ള ഒരു സംഭവം പിന്നീട് അതേ ക്ലൂ കാണുമ്പോൾ, അതേ സ്പൈഡറിനെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വീണ്ടും തിരിച്ചു വരുന്നത് എന്തായിരിക്കും, ആ ഫോം ചെയ്ത ആ നെഗറ്റീവ്, ആ പാനിക് റിയാക്ഷൻ ആയിരിക്കും വീണ്ടും നമ്മുടെ മനസ്സിലോട്ട് തിരിച്ചു വരുന്നത്. അപ്പോൾ ബ്രെയിനിന്റെ ഒരു എബിലിറ്റി എന്ന് വെച്ചാൽ നല്ല പുതിയ മെമ്മറീസ് സ്റ്റോർ ചെയ്യാനും കണക്ഷൻസ് ഫോം ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഈ ഹാപ്പി മെമ്മറി പോലെ നോക്കി അതിന്റെ പോസിറ്റീവ് സൈഡാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. നമുക്കൊരു ഇഷ്ടപ്പെട്ട ഒരാളുടെ ഫോട്ടോ കാണുമ്പോൾ നമുക്ക് അന്ന് ഫോം ചെയ്ത ആ ഒരു നല്ലൊരു എന്താ പറയാ, ആ മെമ്മറി നമ്മുടെ മനസ്സിലോട്ട് തിരിച്ചു വന്ന് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ, ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പൊ മനസ്സിൽ വന്ന ആ മെമ്മറി അന്ന് നടന്ന എക്സാക്ട് കാര്യം അല്ലെങ്കിലും അതിന്റെ ഒന്നും കൂടി ഒരു ഐഡിയലൈസ്ഡ് വേർഷൻ ആണെങ്കിൽ കൂടി നമുക്ക് ഒരു പോസിറ്റീവ് ഒരു സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് ആ ലൗഡ് വണ്ണിന്റെ ഫോട്ടോ കാണുമ്പോൾ വരുന്നത്. പക്ഷേ ഒരു നാസ്റ്റി എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ, ലൈക്ക് ഫോബിയയുടെ കാര്യത്തിൽ വരുന്ന പോലെ സ്പൈഡറിനെ കണ്ടുമ്പോൾ അതൊരു പാനിക് റിയാക്ഷൻ ട്രിഗർ ചെയ്തു, അങ്ങനെയൊക്കെ ആണെങ്കിൽ അതാണെങ്കിൽ എന്ത് കൊണ്ടുവരും നമ്മുടെ മനസ്സിലോട്ട്, ആ കണക്ഷൻ എന്ത് കൊണ്ടുവരും, അന്ന് നമുക്ക് ആ ക്ലൂ കണ്ടപ്പോൾ നമ്മുടെ മനസ്സിൽ വന്ന അതേ പാനിക് റിയാക്ഷന്റെ അതേ ഫീലിംഗ് തിരിച്ചു കൊണ്ടുവരും. പക്ഷെ ഇവിടെ എന്താണ്, ഒരു ലൗഡ് വണ്ടെ ഒക്കെ ഫോട്ടോ കാണുമ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ് നടന്നേക്കണെങ്കിൽ അവിടെ അന്ന് തോന്നി അതേ നല്ല ഫീലിംഗ് തിരിച്ചു വരും. പക്ഷേ ഒരു നാസ്റ്റി എക്സ്പീരിയൻസ് ആണെങ്കിൽ ആ നാസ്റ്റി എക്സ്പീരിയൻസ് നടന്ന സമയത്ത് നമുക്ക് ട്രിഗർ ആയ അതേ പാനിക് റിയാക്ഷന്റെ അതേ നെഗറ്റീവ് ഫീലിംഗ്സ് നമുക്ക് തിരിച്ചു വരും അതേ ക്ലൂ കാണുമ്പോൾ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി. അപ്പോൾ ബ്രെയിനിന്റെ ഒരു എക്സ്ട്രാ ഓർഡിനറി എബിലിറ്റി ഉണ്ട്, എന്താണ്, പുതിയ മെമ്മറീസ് സ്റ്റോർ ചെയ്യാനും അസോസിയേഷൻസ് ഫോം ചെയ്യാനും. അത് വെൽ സെലിബ്രേറ്റ് ആയിട്ടുള്ള കാര്യമാണ് ആ എബിലിറ്റി. അപ്പൊ അതേ സമയം നമുക്ക് എന്ത് സംഭവിക്കും, ആ എബിലിറ്റിയുടെ ഒരു ഡാർക്ക് സൈഡ് ഉണ്ട്, ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ട്, അത് പലപ്പോഴും നമ്മൾ ഡിസ്റിഗാർഡ് ചെയ്യാണ്.
ഓക്കെ. അപ്പോ നമുക്ക് ഒരു ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു ലൗഡ് വണ്ണിന്റെ ഫോട്ടോ കാണുമ്പോൾ നമുക്ക് നല്ലൊരു മെമ്മറി ആയതുകൊണ്ട് നമ്മുടെ മനസ്സിൽ നമുക്കൊരു സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷനും കോണ്ടന്റ്മെന്റ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഇനി നമ്മുടെ മനസ്സിൽ വരുന്ന ആ മെമ്മറി അന്ന് നടന്ന എക്സാക്ട് കാര്യത്തിന്റെ ആ എക്സാക്ട് മെമ്മറി ആയിരുന്നില്ലെങ്കിൽ കൂടി അതിന്റെ ഒരു മച്ച് ബെറ്റർ വേർഷൻ ആയിരിക്കും നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുക. ഓക്കെ. ഇനി പക്ഷെ ഫോബിയയുടെ കാര്യത്തിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അന്ന് ഒരു ഫോർ എക്സാമ്പിൾ ഒരു സ്പൈഡറിനെ കണ്ടപ്പോൾ നമ്മുടെ മനസ്സിൽ ട്രിഗർ ആയ ഒരു പാനിക് റിയാക്ഷൻ ഉണ്ട് അല്ലെ. അപ്പോൾ അതേ ഫീലിംഗ് ആണ് പിന്നീട് നമ്മൾ അതേ ക്യൂ കാണുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് റീസെർച്ച് ആവാം. ഒന്ന് വായിച്ചു നോക്കി. അപ്പൊ ഞാൻ ആ ഇറ്റ്സിന്റെ മീനിങ് ഞാൻ തെറ്റായിട്ട് പറഞ്ഞത്, എനിക്ക് പെട്ടെന്ന് മാറിപ്പോയതാ പറഞ്ഞപ്പോ ഞാൻ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ഡാർക്ക് സൈഡ്. ഇവിടെ മുൻപ് കൊടുത്തേക്കുന്നത് ബ്രെയിനിന്റെ എക്സ്ട്രാ ഓർഡിനറി എബിലിറ്റി. അപ്പൊ ബ്രെയിനിന്റെ എക്സ്ട്രാ ഓർഡിനറി എബിലിറ്റി, അപ്പൊ അതിനെയാണ് അതിന്റെ ഡാർക്ക് സൈഡ് എന്ന് പറയുമ്പോൾ ഈ എബിലിറ്റിയുടെ ഡാർക്ക് സൈഡ്. യു ഗൈസ് വർ കറക്റ്റ്. ഓക്കെ, ഞാനത് പറഞ്ഞു തന്നപ്പോൾ മാറിപ്പോയത്. ഒന്ന് വായിച്ചു നോക്കി. Reshmi, Linia, Riju, Linda, Liji, are you guys clear? Princey, Anu, Sneha, are you clear? Smita, are you clear? Aline, Jancy, are you clear? വ്യക്തമായിട്ട് മനസ്സിലായോ? ക്ലാരിറ്റിയോടുകൂടി ക്ലിക്ക് ആയോ? ഓക്കെ. അതെ. അപ്പൊ നമുക്ക് ഇതിന്റെ ബേസിസിലാണ് നമുക്ക് എന്ത് ഐഡിയ ആണ് ഡാർക്ക് സൈഡ് വെച്ച് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നോക്കാം. ഇൻ ദ സെക്കൻഡ് പാരഗ്രാഫ് ദ റൈറ്റർ യൂസസ് ദ ഫ്രേസ് ഡാർക്ക് സൈഡ് ടു റെയിൻഫോഴ്സ് ദി ഐഡിയ ദാറ്റ് മെമ്മറീസ് ഓഫ് എഗ്രിയബിൾ ഇവന്റ്സ് ടെൻഡ് ടു ബി ഇനാക്യുറേറ്റ്. ഈ ഡാർക്ക് സൈഡ് എന്ന ഫ്രേസ് ഉപയോഗിച്ച് ഇതാണോ നല്ല എഗ്രിയബിൾ ഇവന്റ്സിന്റെ ഓർമ്മകൾ, എഗ്രിയബിൾ എന്ന് വെച്ചാൽ നല്ല ഇവന്റ്സിന്റെ ഓർമ്മകൾ എപ്പോഴും അത് ഇനാക്യുറേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. എക്സാക്ട് ആവില്ല, ഇനാക്യുറേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അത് ഹൈലൈറ്റ് ചെയ്യാനാണോ ഡാർക്ക് സൈഡ് എന്ന് പറഞ്ഞ ഫ്രേസ് ഉപയോഗിച്ചത്? അല്ല. Okay. അടുത്തത്, the writer uses the phrase dark side to reinforce the idea that positive memories can be negatively distorted over time. സമയം പോകുന്നതനുസരിച്ച് നമുക്കുണ്ടായ പോസിറ്റീവ് മെമ്മറീസ് നെഗറ്റീവ്ലി എഫക്റ്റഡ് ആയേക്കാം എന്ന് പറയാൻ വേണ്ടിയിട്ടാണോ? പോസിറ്റീവ് മെമ്മറീസ് നെഗറ്റീവ് ആവും എന്ന് പറയാൻ വേണ്ടിയിട്ടാണോ? അല്ല. The writer uses the phrase dark side to reinforce the idea that unhappy memories are often more detailed than happy ones. ചീത്ത മെമ്മറീസ് ഹാപ്പി മെമ്മറീസിനേക്കാളും ഡീറ്റെയിൽഡ് ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണോ? അല്ല. ഡീറ്റെയിൽഡ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ടാണോ? അല്ല. അപ്പോ എലിമിനേഷനിൽ ഡി ആണ്. നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഡി എന്ന്. ഇൻ ദ സെക്കൻഡ് പാരഗ്രാഫ് ദ റൈറ്റർ യൂസസ് ദ ഫ്രേസ് dark side to reinforce the idea that unpleasant memories are aroused in response to certain prompts. അല്ലേ? ചില ക്ലൂസ് കാണുമ്പോൾ, ചില പ്രോംപ്റ്റ്സ് എന്ന് വെച്ചാൽ ചില ക്യൂസ് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്ത് വരും, എന്ത് അറൗസ് ആവും, എന്ത് ട്രിഗർ ആവും? അൺപ്ലസന്റ് മെമ്മറീസ് ട്രിഗർ. അല്ലേ? അതല്ലേ അവിടെ പറഞ്ഞേക്കണേ. നോക്കി, സ്പൈഡറിനെ കാണുമ്പോൾ സ്പൈഡർ ഒരു പ്ലസന്റ് ക്യൂ ആണോ? അല്ല, അൺപ്ലസന്റ് ക്യൂ ആണോ? അല്ലെ? അതിനെ കണ്ട് അത് ഒരിക്കലും ഒരു പാനിക് റിയാക്ഷൻ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് അതേ സ്പൈഡറിനെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ അന്നുണ്ടായ അതേ പാനിക് ഫീലിംഗ് തിരിച്ചു വരും. അല്ലെ? അപ്പോ അതുകൊണ്ടാണ് ഡി ആൻസർ. ഒന്ന് വായിച്ചു നോക്കി. നിങ്ങളൊന്ന് വായിച്ചു നോക്കി. അപ്പൊ നിങ്ങൾക്ക് ക്ലിക്ക് ആയോ? ഡി എന്തുകൊണ്ട് ആൻസർ എന്ന് മനസ്സിലായോ? ഓക്കെ. ഓൾറൈറ്റ്. അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇവിടെ ഇത് ഓക്കെ, നിങ്ങളിപ്പോ പലരും പറയും മിസ് എ അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയും. മെമ്മറീസ് ഓഫ് എഗ്രിയബിൾ ഇവന്റ്സ് ടെൻഡ് ടു ബി ഇനാക്യുറേറ്റ്. ശരിയാണല്ലേ? ഇവിടെ അവർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഒരു ലൗഡ് വണ്ണിന്റെ ഫോട്ടോ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒരു സംതൃപ്തിയുടെ ഫീലിംഗ് ഇവോക്ക് ആവും. എന്നിട്ട് അവർ പറഞ്ഞിട്ട് എന്നാൽ കൂടി ആ മെമ്മറീസ് എക്സാക്ട് ആയിരിക്കില്ല, ഇത്തിരി കൂടി ഐഡിയലൈസ്ഡ് ആയിരിക്കും. അന്ന് നടന്ന എക്സാക്ട് കാര്യമായിരിക്കില്ല, അതിന്റെ ഇത്രയും കൂടി ഒരു പെർഫെക്റ്റ് വേർഷൻ ഓഫ് മെമ്മറി ആയിരിക്കും നമ്മുടെ മനസ്സിൽ വരിക എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അത് പറഞ്ഞിട്ടുണ്ട്, ഈ സെന്റൻസ് പറഞ്ഞു, ഇതാണ് ഓപ്ഷൻ എയിൽ കൊടുത്തേക്കുന്നത്. പക്ഷെ ഡാർക്ക് സൈഡ് കൊണ്ട് ഈ കാര്യമാണോ അവർ ഉദ്ദേശിക്കുന്നത്, അതോ ഈ താഴെ പറഞ്ഞ ഈ സ്പൈഡേഴ്സിനെ കാണുമ്പോൾ ആ ഫീലിംഗ് ആണോ ഡാർക്ക് സൈഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് ഏതാ തോന്നണേ? സ്പൈഡേഴ്സിന്റെ കാര്യം. ഓക്കെ. അപ്പൊ ശരിയാണ്, എ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ചോദ്യം എന്താ? ഡാർക്ക് സൈഡ് എന്ന ഫ്രേസ് കൊണ്ട് എന്ത് ഐഡിയ ആണ് റെയിൻഫോഴ്സ് ആയേക്കണേ? അപ്പൊ എ പറഞ്ഞിട്ട് ശരിയാണ്, നല്ലൊരു ഇവന്റ് നമ്മുടെ മനസ്സിൽ വരുമ്പോൾ അതിന്റെ ഓർമ്മ അന്ന് നടന്ന എക്സാക്ട് കാര്യമായിരിക്കില്ല, ആ നടന്നതിന്റെ ഒരു ഇത്തിരി കൂടി ഒരു ഐഡിയലൈസ്ഡ് വേർഷൻ, ഒരു പോളിഷ്ഡ് വേർഷൻ ആയിരിക്കും നമ്മുടെ മനസ്സിൽ വരുന്നതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഡാർക്ക് സൈഡ് കൊണ്ട് അതല്ല ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് എ ആൻസർ അല്ലാത്തട്ടോ പലരും. പക്ഷെ ഇവിടെ ഡി ആണ് ആൻസർ. കാരണം എന്താ? അവിടെ പറഞ്ഞു എക്സ്ട്രാ ഓർഡിനറി എബിലിറ്റി ഇൻ ബ്രെയിന് കണക്ഷൻസ് ഫോം ചെയ്യാനും മെമ്മറീസ് ഫോം ചെയ്യാനും. എന്നിട്ട് അവർ പറഞ്ഞാൽ ഒരു ഇഷ്ടപ്പെട്ട ഒരാളുടെ ഫോട്ടോ കാണുമ്പോൾ നല്ലൊരു ഫീലിംഗ് നമ്മുടെ മനസ്സിൽ വരും. പക്ഷെ നമുക്ക് ഒരു പാനിക് റിയാക്ഷൻ ട്രിഗർ ചെയ്തൊരു ക്ലൂ കാണും. പിന്നീട് നമ്മുടെ മനസ്സിൽ ഒന്നുകൂടി കാണുമ്പോൾ നമുക്ക് അതേ ഫീലിംഗ്, ആ ഒരു പാനിക് റിയാക്ഷൻ റീസേർച്ച് ആവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ അൺപ്ലസന്റ് മെമ്മറീസിന്റെ കാര്യമാണ് ഡാർക്ക് സൈഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Okay, all right. അപ്പൊ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാട്ടോ. All right, let's have a look at the next question. Okay, Anu Susan, can you unmute yourself? Read the 9th question. In the second paragraph,
extinction learning is explained as a process which. അപ്പൊ നമുക്ക് ഇവിടെ എന്താ കണ്ടുപിടിക്കുന്നത്? ഇൻ ദ സെക്കൻഡ് പാരഗ്രാഫ്, രണ്ടാമത്തെ പാരഗ്രാഫില് എക്സ്റ്റിങ്ഷൻ ലേണിംഗ് ഈസ് എക്സ്പ്ലെയിൻഡ് ആസ് എ പ്രോസസ് വിച്ച്. നമുക്ക് ഇവിടെ എന്താ കണ്ടുപിടിക്കണേ? എന്തിനെ കുറിച്ചാണ് കണ്ടുപിടിക്കുന്നത്? Extension learning. Okay. What process is explained as? What process is explained as? എന്താണ്? Extinction learning. Okay. Extinction learning എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തേക്കണേ അല്ലെ? What is explained? Okay, ഒരു മിനിറ്റ്, ഞാൻ സിമ്പിൾ ആക്കാം. Let me. What is explained about? എന്തിനെ കുറിച്ചാണ് explained about? The extinction learning process അല്ലെ? എക്സ്റ്റിങ്ഷൻ ലേണിംഗ് പ്രോസസ്സിനെ കുറിച്ച് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തേക്കണേ? ഓക്കെ, അത് എങ്ങനത്തെ പ്രോസസ് ആണ്, എന്താണ് അതിനെ കുറിച്ച് എക്സ്റ്റിങ്ഷൻ ലേണിംഗ് പ്രോസസ്സിനെ കുറിച്ച് എന്താണ് അവർ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്? ഓക്കെ, ഓൾറൈറ്റ്. അപ്പൊ നമ്മൾ ഇപ്പൊ വായിച്ച പാരഗ്രാഫിന്റെ റിമൈനിങ് പാർട്ട് ആട്ടോ. ഓക്കെ, ഓൾറൈറ്റ്, നമുക്ക് നോക്കാം. ഓൾ ഓഫ് യു ഗെറ്റ് റെഡി? ഓക്കെ, ഒന്ന് വായിച്ചോളൂ കേട്ടോ, ബാക്കി വായിച്ചോളൂ, ഇവിടെ വരെ വായിച്ചോളൂ കേട്ടോ. ഗോ ത്രൂ ഇറ്റ്. Okay, all right. അപ്പൊ നമ്മൾ ഓൾറെഡി വായിച്ചു അല്ലെ? ബ്രെയിനിന്റെ ഒരു ഐ ഗോ ത്രൂ ഇറ്റ്. ദ ബ്രെയിനിന്റെ ഒരു എക്സ്ട്രാordinary എബിലിറ്റിന്റെ പുതിയ മെമ്മറീസ് ഫോം ചെയ്യാനും അസോസിയേഷൻസ് ഫോം ചെയ്യാനും ആ മെമ്മറിയുടെ ആ ഒരു കാര്യം നമ്മൾ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. പക്ഷെ അതിന്റെ ഒരു നെഗറ്റീവ് ആസ്പെക്ട് നമ്മൾ പലപ്പോഴും ഡിസ്റിഗാർഡ് ചെയ്യുന്നു. എന്നിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്, നല്ലൊരു ലൗഡ് വണ്ടെ ഫോട്ടോ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ഫീലിംഗ് തോന്നും. എന്നിട്ട് നമ്മുടെ മനസ്സിലോട്ട് വരുന്ന ആ ഒരു മെമ്മറി ഇപ്പൊ നല്ലൊരു മെമ്മറിയാണ്, പക്ഷെ അത് അന്ന് നടന്ന എക്സാക്ട് കാര്യമായിരിക്കില്ല നമ്മുടെ മനസ്സിൽ വന്ന് അതിന്റെ ഒരു ഇത്രയും കൂടി ഒരു പോളിഷ്ഡ് വേർഷൻ ആയിരിക്കും, നമ്മളൊരു ഐഡിയലൈസ് ചെയ്ത ഒരു മച്ച് ബെറ്റർ വേർഷൻ ആയിരിക്കും നമ്മുടെ മനസ്സിലോട്ട് വരാം. എന്നിട്ട് അവർ പറഞ്ഞു, ഒരു നാസ്റ്റി എക്സ്പീരിയൻസ് ആണെങ്കിൽ ആ നാസ്റ്റി എക്സ്പീരിയൻസ് ഒരു സ്പൈഡറിനെ കണ്ടു, അതൊരു പാനിക് റിയാക്ഷൻ ട്രിഗർ ചെയ്തു, അത് പിന്നീട് നമ്മൾ അതേ ഒരു സ്പൈഡറിനെ അല്ലെങ്കിൽ അതേപോലത്തെ ഒരു ക്യൂ കാണുമ്പോൾ അന്നുണ്ടായ അതേ ഒരു നെഗറ്റീവ് റിയാക്ഷൻ നമ്മുടെ മനസ്സിലോട്ട് വന്നേക്കാം എന്നവർ പറഞ്ഞു. എന്നിട്ട് അവർ പറയാണ്, ദ കറന്റ് അപ്രോച്ച് ഈസ് എക്സ്പോഷർ തെറപ്പി. അപ്പൊ ഇപ്പോഴത്തെ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ്പോഷർ തെറപ്പി എന്ന് പറഞ്ഞ സംഭവമാണ്. അതെന്താ യൂസ് ചെയ്യുന്നത്? വിച്ച് യൂസസ് എ പ്രോസസ് കോൾഡ് എക്സ്റ്റിങ്ഷൻ ലേണിംഗ്. അപ്പൊ ഈ എക്സ്പോഷർ തെറപ്പിയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സിനെ എന്താണ് വിളിക്കുന്നത്? എക്സ്റ്റിങ്ഷൻ ലേണിംഗ്. ദിസ് ഇൻവോൾവ്സ് എന്നിട്ട് ഇതിൽ അപ്പൊ ദിസ് ഇൻവോൾവ്സ് എന്ന് പറഞ്ഞാൽ എക്സ്പോഷർ തെറപ്പി അല്ലത്. ഇത് എക്സ്റ്റിങ്ഷൻ ലേണിംഗിൽ എന്താ ഇൻവോൾവ് ആയേക്കണേ? പീപ്പിൾ ബീയിങ് ഗ്രാജുവലി എക്സ്പോസ് ടു വാട്ട് എവർ ട്രിഗേഴ്സ് ദെയർ ഫോബിയ until they feel at ease with it. അപ്പൊ ഈ എക്സ്റ്റിങ്ഷൻ ലേണിംഗിൽ പയ്യെ ഗ്രാജുവലി ആൾക്കാർക്ക് എന്തിനോടാണോ ഭയം, അവരുടെ ഭയം എന്താണോ അവരുടെ ഭയത്തിനെ ട്രിഗർ ചെയ്യുന്നത്, ആ ട്രിഗറിനോട് അവരെ പയ്യെ എക്സ്പോസ് ചെയ്യും. ഇതുവരെ അവർക്ക് ആ ട്രിഗറിനോട് ഒരു കംഫർട്ട് ഫീൽ, ഒരു ഈസിനെസ് ഫീൽ ചെയ്യുന്നത് വരെ അവർക്ക് ആ ഒരു ഇതിനോട് അവർക്ക് എന്താണോ അവർക്ക് ഭയം കോസ് ചെയ്ത് ആ ട്രിഗറിനെ അവർക്ക് ഗ്രാജുവലി അവർക്ക് അവർക്ക് അതിന് എക്സ്പോഷർ കൊടുത്ത് until they feel ease with it. As the individual becomes more comfortable with each situation, ഓരോ സിറ്റുവേഷനോടും ആൾക്കാർക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയി വരുന്നതനുസരിച്ച് the brain automatically creates a new memory, one that links the cue with reduced feelings of anxiety rather than the sensation that marks the onset of a panic attack. ഒന്ന് വായിച്ചോക്കെ. അപ്പോ എക്സ്റ്റിങ്ഷൻ ലേണിംഗ് എന്താണ്? എന്തിനോടാണോ ഭയം ആ ട്രിഗറിനെ ഗ്രാജുവലി ഒരുപാട് തവണ അവർ എക്സ്പോസ് ചെയ്യും, ആള് അതിനോട് എക്സ്പോഷർ കൊടുക്കും. ഇതുവരെ ആൾക്ക് ആ ട്രിഗർ കാണുമ്പോൾ ആ ഒരു ഈസിനെസ് ഫീൽ ചെയ്യുന്നവരെ. അപ്പോ ആള് ഓരോ തവണയും ആ സിറ്റുവേഷനോട് കംഫർട്ടബിൾ ആകുമ്പോൾ എന്ത് സംഭവിക്കും? ബ്രെയിൻ ഒരു പുതിയ മെമ്മറി ക്രിയേറ്റ് ചെയ്യും. ആ മെമ്മറി എങ്ങനെയാണ്? അവർക്ക് എന്താണോ, അപ്പൊ അവർക്ക് ഭയമുള്ള ക്യൂ ഇല്ലേ, അതിന് അവര് അവർക്ക് ആ ഭയം കോസ് ചെയ്ത ആ ക്യൂനെ അവര് എന്തായിട്ട് കണക്ട് ചെയ്യുന്നവരെ റെഡ്യൂസ്ഡ് ഫീലിംഗ് ഓഫ് ആൻസൈറ്റി ആയിട്ട് കണക്ട് ചെയ്യുന്നവരെ, പാനിക് അറ്റാക്കിൽ നിന്ന്, ഒരു സഡൻ പാനിക് അറ്റാക്കിന്റെ ഒരു സ്റ്റാർട്ടിൽ നിന്ന് ആ സെൻസേഷനിൽ നിന്ന് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് സെൻസേഷൻ അവർക്ക് ആ ക്യൂ കാണുമ്പോൾ എന്ത് സെൻസേഷൻ വരുന്നവരെ, റെഡ്യൂസ്ഡ് ഫീലിംഗ്സ് ഓഫ് ആൻസൈറ്റി വരുന്നവരെ ഈ സംഭവം അവർക്ക് എക്സ്പോഷർ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പൊ ഒന്ന് നോക്കി. അപ്പൊ ഇവിടെ അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ,
ഇത് എന്ത് സംഭവമാണ്? ഇപ്പൊ നമ്മുടെ മനസ്സിൽ നമുക്ക് എന്തിനോടാണോ ഭയം അത് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ വരുന്നത്? ഇവിടെ പറഞ്ഞേക്കുന്ന പോലെ എന്താ വരുന്നത്? ഒരു പാനിക് റിയാക്ഷൻ അല്ലേ വരുന്നത്? അല്ലേ? അപ്പൊ ആ പാനിക് റിയാക്ഷൻ അവര് ആ എക്സ്പോഷർ കൊടുത്ത് എന്തായിട്ടാണ് ഒരു റെഡ്യൂസ്ഡ് ഫീലിങ്സ് ഓഫ് ആങ്സൈറ്റി ആയിട്ടാണ് അവര് ഇത് ചെയ്യാൻ തീരുമാനിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ക്യൂ കാണുമ്പോഴാണോ നമുക്ക് ഭയം വരുന്നത്, ആ ക്യൂ കാണുമ്പോൾ എന്ത് വരണം? ആ ആങ്സൈറ്റി, ആ ഭയം കുറയ്ക്കണം. അത് കൊണ്ടിരുന്നവരെ അവര് എക്സ്പോഷർ തെറപ്പി കൊടുക്കും, അല്ലെ മീൻസ് എക്സ്റ്റിങ്ഷൻ ലേണിംഗിലൂടെ അവരത് എക്സ്പോസ് ചെയ്ത് ആ ഒരു ഫീലിംഗ് കൊടുക്കും. ഒന്ന് വായിച്ചു നോക്കി. അപ്പൊ ഇവിടെ എന്താ നടക്കണമെന്ന് വായിച്ചേ. അപ്പൊ ഇപ്പോഴത്തെ അപ്രോച്ച് എക്സ്പോഷർ തെറപ്പിയാണ്. എക്സ്പോഷർ തെറപ്പി എന്ത് പ്രോസസ്സിനെ ബേസ്ഡ് ആണ്? എക്സ്റ്റിങ്ഷൻ ലേണിംഗ് ആണ്. അതിൽ ആൾക്കാരെ ഗ്രാജുവലി എക്സ്പോസ് ചെയ്യും അവരുടെ ഫോബിയയുടെ ട്രിഗേഴ്സിനോട് until they feel ease with it. As the individual becomes more comfortable with each situation, ഓരോ സിറ്റുവേഷനോടും ആൾ കംഫർട്ടബിൾ ആയി വരുന്നതനുസരിച്ച് ബ്രെയിൻ എന്ത് ക്രിയേറ്റ് ചെയ്യും? ഒരു പുതിയ മെമ്മറി ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, എന്ത് മെമ്മറി? ആ ക്യൂനെ അവർ എന്ത് കണ്ട് അവർക്ക് ആ ഭയം ഉണ്ടായ ആ ക്യൂനെ അവര് എന്തായിട്ട് കണക്ട് ചെയ്യുന്നവരെ? ലെസ് ഫീലിങ്സ് ഓഫ് ആങ്സൈറ്റി ആയിട്ട് കണക്ട് ചെയ്യുന്നവരെ. ഇൻസ്റ്റെഡ് ഓഫ് പാനിക് അറ്റാക്കിന്റെ ഇതായിട്ട് ആ ഫീലിങ്ങിന് പകരം അവരുടെ മനസ്സിൽ ലെസ് ഫീലിങ്സ് ഓഫ് ആങ്സൈറ്റി ആയിട്ട് ഇത്. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇത് എന്തായിട്ട് കണക്റ്റഡ്? ഇതിനെക്കുറിച്ച്, ഇതേ സംഭവത്തെ കുറിച്ച് ഒരു പുതിയ മെമ്മറി ക്രിയേറ്റ് ചെയ്ത് അതിന്റെ ഒരു ഫീലിംഗ്, പാനിക് അറ്റാക്ക് എന്നുള്ള ഫീലിംഗ് മാറ്റി റെഡ്യൂസ് ഫീലിംഗ്സ് ഓഫ് ആങ്സൈറ്റി ആയിട്ട് കണക്ട് ചെയ്യാം. ഇതുപോലത്തെ ഒരു സംഭവം ഇത് വേറെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇതേ പാരഗ്രാഫിൽ ഇതേ ഒരു പ്രോസസ്സിനെ വേറെ എവിടെയെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടോ? Spiders that once അതാണോ? അതവിടെ പാനിക് അറ്റാക്ക് ട്രിഗർ ചെയ്യുന്നതല്ലേ? ഇവിടെ എന്താ? ഒരു പുതിയ മെമ്മറി ക്രിയേറ്റ് ആയിട്ട് എന്താണ് ഫോം ചെയ്യണേ? പുതിയൊരു കണക്ഷൻ ഫോം ചെയ്യാല്ലേ ബ്രെയിനില്, അല്ലെ? എന്ത് മെമ്മറിയാ? പേടീനെ നമ്മൾ റീപ്ലേസ് ആണ്. പാനിക് അറ്റാക്കിനെ എന്തായിട്ട് റീപ്ലേസ് ചെയ്യിപ്പിക്കണേ? റെഡ്യൂസ്ഡ് ഫീലിംഗ്സ് ഓഫ് ആങ്സൈറ്റി. അതെവിടെ പറഞ്ഞേക്കണേ? പുതിയ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാം, എക്സ്ട്രാordinary എബിലിറ്റി, അല്ലെ? ഇതേ കാര്യമല്ലേ ഇവിടെ പറഞ്ഞേക്കണേ? ഓക്കെ, അപ്പൊ ഇത് ഒന്ന് വായിച്ചു നോക്കി. ഇതേ കാര്യമാണ് ഇവിടെ ഫസ്റ്റ് സെന്റൻസിൽ പറഞ്ഞേക്കണേ. ബ്രെയിൻ എന്ത് എക്സ്ട്രാordinary എബിലിറ്റി ഉണ്ട്? പുതിയ മെമ്മറീസ് ഫോം ചെയ്യാനും പുതിയ കണക്ഷൻസ് ഫോം ചെയ്യാനും. ഓക്കെ, അപ്പൊ ഇവിടെ അവർ പറയുന്ന എക്സ്റ്റിങ്ഷൻ ലേണിംഗിൽ എന്താ നടക്കണേ? പേടിയുള്ള ഒരു ക്യൂനെ ഒരു എന്ത് കണ്ടാണോ അവർക്ക് പേടി, ആ പേടിയുള്ള സംഭവത്തിന് അവർക്ക് എക്സ്പോഷർ കൊടുത്ത് ആ പേടീനെ അവര് അപ്പൊ ഒരു പുതിയ മെമ്മറി അവർ ക്രിയേറ്റ് ചെയ്യാണ്, അല്ലെ? എന്നിട്ട് അവർ എന്ത് കണക്ഷൻ അവിടെ ഫോം ചെയ്യണം? പേടീനെ എന്തായിട്ട് റീപ്ലേസ് ചെയ്യാണ്? റെഡ്യൂസ്ഡ് ഫീലിംഗ്സ് ഓഫ് ആങ്സൈറ്റി. ഈ ഫസ്റ്റ് സെന്റൻസിൽ പറഞ്ഞ പോലെ. ക്ലിക്ക് ആയോ? നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ ഈ പറഞ്ഞത്? വിത്തൗട്ട് കൺഫ്യൂസിങ് യു ഹാവ് ഐ കൺവേസ് മൈസെൽഫ് ക്ലിയർലി? ഓക്കെ, അങ്ങനെയാകുമ്പോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒന്ന് വായിച്ചു നോക്കി ഓൾ ഓഫ് യു. ഓക്കെ, നമുക്കപ്പോ നോക്കാം. ഓക്കെ, ഓൾ റൈറ്റ്, ഒന്ന് ചേർത്ത് വായിക്കോ ഓപ്ഷൻസ്. ഹു വാസ് റീഡിംഗ്? യെസ്. In the second paragraph, extension learning is explained as a process which makes use of an innate function of the brain. Innate എന്ന് പറഞ്ഞാൽ എന്നാ? Innate function. Innate function, natural function. ഓക്കെ, നമ്മൾ പറയില്ല പ്രകൃതം എന്നൊക്കെ പറയില്ല, അതുപോലെ തന്നെ. ഓക്കെ, ഒരു നാച്ചുറൽ ഫംഗ്ഷൻ, ബ്രെയിനിന്റെ ഒരു നാച്ചുറൽ ഫംഗ്ഷന് ഉപയോഗിക്കുന്ന ഒരു പ്രോസസ് ആയിട്ടാണോ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്? എക്സ്റ്റിങ്ഷൻ ലേണിംഗ് ബ്രെയിനിന്റെ ഒരു നാച്ചുറൽ ഫംഗ്ഷനെ ഉപയോഗിക്കുന്ന ഒരു പ്രോസസ് ആണ് എന്ന രീതിയിലാണോ അവർ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്? ക്യാൻ ബി നോ എനിക്ക് കിട്ടിയിട്ട്. അപ്പൊ നമുക്ക് നോക്കാം. അടുത്ത വായിച്ചോളൂ, ഗോ ഹെഡ്. In the second paragraph, extension learning is explained as a process which encourages patients to analyze their particular fears. അവിടെ പേഷ്യൻസിനെ കൊണ്ട് അവരുടെ ഭയം അനലൈസ് ചെയ്യിപ്പിക്കുന്നുണ്ടോ? ഇല്ല, അനലൈസ് അവർക്ക് വീണ്ടും എക്സ്പോഷർ കൊടുക്കുന്നുണ്ട്. അനലൈസ് ചെയ്യിപ്പിക്കുന്നുണ്ടോ അവരെയും കൊണ്ട്? ഇല്ലല്ലോ. അടുത്തത്. In the second paragraph, extension learning is explained as a process which shows patients how to react when having a panic attack. അവർ കാണിച്ചു കൊടുക്കുന്നുണ്ടോ എക്സ്റ്റൻഷൻ ലേണിംഗിൽ എങ്ങനെ റിയാക്ട് ചെയ്യണം പാനിക് അറ്റാക്ക്? അങ്ങനെ പറഞ്ഞിട്ടില്ല. അടുത്തത്. In the second paragraph, extension learning is explained as a process which focuses on a previously little understood part of the brain. ലിറ്റിൽ അണ്ടർസ്റ്റുഡ് എന്ന് പറയുമ്പോൾ നന്നായിട്ട് കുറച്ച് മനസ്സിലാക്കി എന്നാണ് അർത്ഥം. ലിറ്റിൽ ഒട്ടും തന്നെ. ഓക്കെ, ഇതിക്ക് മുൻപ് ഒട്ടും തന്നെ അറിയാത്ത ബ്രെയിനിന്റെ ആ ഒരു ഭാഗത്തിലാണ് അത് ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതിക്ക് മുമ്പ് ഒട്ടും തന്നെ നമുക്ക് മനസ്സിലാവാതിരുന്ന ഒരു അല്ല. അപ്പൊ ആൻസർ എന്താ? അതെന്നാ ആൻസർ? ബ്രെയിനിന്റെ എന്ത് പ്രോസസ്സിനെ അവർ യൂട്ടിലൈസ് ചെയ്യണേ? എന്ത് പ്രോസസ്സാ?
ഈ എബിലിറ്റി അല്ലേ പുതിയ, ഇതൊരു ബ്രെയിനിന്റെ ഒരു നാച്ചുറൽ എബിലിറ്റി അല്ലേ, എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു എബിലിറ്റി, ബ്രെയിനിന്റെ ഒരു കഴിവാണല്ലേ. ബ്രെയിന് നാച്ചുറലി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ, പുതിയ മെമ്മറീസ് ഫോം ചെയ്യാനും പുതിയ കണക്ഷൻസ് ഫോം ചെയ്യാനും പറ്റും. അത് തന്നെയല്ലേ ഇവർ എക്സ്റ്റൻഷൻ ലേണിംഗിൽ പഠിക്കണേ. ഒരു ക്ലൂ കണ്ട് ഭയം ഉണ്ടാവും, ആ ഭയത്തെ റിമൂവ് ചെയ്ത് അവിടെ ഒരു പുതിയ മെമ്മറി ക്രിയേറ്റ് ചെയ്യുക. ഭയത്തിന് പകരം എന്തായിട്ട് അവർ കണക്ഷൻ ഫോം ചെയ്യും, റെഡ്യൂസ്ഡ് ഫീലിംഗ്സ് ഓഫ് ആൻസൈറ്റി അല്ലേ. അപ്പൊ ഇത് എന്തിന്, അതാണ് നിങ്ങളോട് ചോദിച്ചേ. ഈ ന്യൂ മെമ്മറി ക്രിയേറ്റ് ചെയ്യുക, പുതിയ കണക്ഷൻ ഫോം ചെയ്യുക, അത് തന്നെയല്ലേ ബ്രെയിനിന്റെ എക്സ്ട്രാ ഓർഡിനറി നാച്ചുറൽ എബിലിറ്റി അല്ലേ, ബ്രെയിന് നാച്ചുറലി സംഭവിക്കുന്ന കാര്യമല്ലേ ഇത് അല്ലെ. അപ്പൊ അത് തന്നെയല്ലേ അവരിവിടെ ഉപയോഗിക്കണേ. അതുകൊണ്ടാണ് ഈ ആൻസർ. മനസ്സിലായോ? Yes, ma'am. ഓക്കെ, ക്ലിയർ കട്ട് ആയിട്ട് മനസ്സിലായി, കൺഫ്യൂസ്ഡ് അല്ലാതെ. അപ്പൊ തുടക്കത്തിൽ അവർ പറഞ്ഞു ബ്രെയിൻ ഇന്നൊരു എബിലിറ്റി ഉണ്ട് കേട്ടോ, അതിനൊരു ഡാർക്ക് സൈഡ് ഉണ്ട്. എന്നിട്ട് അവർ പറഞ്ഞു നമുക്കൊരു നല്ലൊരു സംഭവം കാണുമ്പോൾ നല്ല ഫീലിംഗ് വരും, ചീത്ത സംഭവം കാണുമ്പോൾ അന്നുണ്ടായ ചീത്ത കാര്യം ട്രിഗർ ആവും. എന്നിട്ട് അവർ പറയണം ഇനി ഒരു എക്സ്പോഷർ തെറപ്പി എന്ന് പറയുന്ന സംഭവം ഉണ്ട്, അത് എക്സ്റ്റൻഷൻ ലേണിംഗ് ആണ് നടക്കുന്നത്. എക്സ്റ്റൻഷൻ ലേണിംഗിൽ ഒരാളെ വീണ്ടും അയാൾക്ക് എന്തിനോടാണോ ഭയം അതിനെ അവർ എക്സ്പോഷർ കൊടുക്കും. അപ്പൊ അങ്ങനെ എക്സ്പോഷർ കൊടുത്ത ആൾക്ക് ഒരു കംഫർട്ടബിൾ ഫീലിംഗ് തോന്നും. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്, പേടി തോന്നിപ്പിച്ച ആ ഒരു ഫീലിംഗിനെ അവര് റെഡ്യൂസ്ഡ് ഒരു നല്ലൊരു ഫീലിംഗ് ആയിട്ട് റീപ്ലേസ് ചെയ്യാണ്. എന്നിട്ട് ഒരു പുതിയ മെമ്മറി ഫോം ചെയ്യിപ്പിക്കുക. അത് തന്നെയല്ലേ അവർ ഫസ്റ്റ് സെന്റൻസിൽ ബ്രെയിന് പറ്റും എന്ന് പറഞ്ഞേക്കണേ. അപ്പൊ അതിനെ ബേസ് ചെയ്തല്ലേ എക്സ്റ്റൻഷൻ ലേണിംഗ് ഇരിക്കണേ. മനസ്സിലായോ? ക്ലിക്ക്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റനിലോട്ട് ഞാൻ പോവാട്ടോ. ഓക്കെ, നമ്മുടെ 4th ക്വസ്റ്റൻ ആണ്. ലെറ്റ്സ് ഗോ ത്രൂ ദ നെക്സ്റ്റ് വൺ. ഓക്കെ, സ്നേഹ, can you read the 10th question for me? Yes, ma'am. What does the phrase "for that same reason" refer to? അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? ഫോർ ദാറ്റ് സെയിം റീസൺ. അതെന്താണ് ഫോർ ദാറ്റ് സെയിം റീസൺ എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ മീനിങ് എന്നാ? ഫോർ ദാറ്റ് സെയിം, അതേ കാരണത്തോടെ അല്ലെ, അതേ കാരണം, ഫോർ ദാറ്റ് സെയിം റീസൺ, അതേ കാരണം കൊണ്ട് എന്നുള്ള രീതിയിലാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ് റെഫർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. വൊക്കാബുലറി ക്വസ്റ്റൻ ആണ്, അടുത്ത പാരയെന്നാണ്. ഐ നീഡ് യുവർ ഫുൾ അറ്റൻഷൻ. ഇതാണ്. ഓക്കെ, ഇതാണ് സംഭവം, ഇവിടെയാണുള്ളത്. അപ്പൊ ഇത് മുമ്പുള്ളൊരു സെന്റൻസ്. അപ്പൊ ഇവിടുന്ന് വായിച്ചോ കേട്ടോ, ഇത്രയും വായിച്ചു നോക്കിക്കോളൂ. All of you. അപ്പൊ 2 സെന്റൻസ് ഉള്ളൂ, ഞാൻ വായിക്കാം കേട്ടോ. ഈച്ച് എക്സ്പോഷർ ട്രയൽ, അവർ പറഞ്ഞല്ലേ ഫിയറിന് എക്സ്പോഷർ കൊടുക്കുന്ന ആ ട്രയൽ വിൽ ഇൻവോൾവ് എ സർട്ടൻ ഡിഗ്രി ഓഫ് ഡിസ്ട്രെസ് ഇൻ ദ പേഷ്യന്റ്. ഞാൻ ചോദിച്ചോട്ടെ, ഈ ഡിസ്ട്രെസ് എന്ന് പറഞ്ഞാൽ നല്ല ഫീലിംഗ് ആണോ? അല്ല, നെഗറ്റീവ് ഫീലിംഗ് അല്ലേ? ഓക്കെ, അപ്പൊ അവര് പറയാണ് ഈ എക്സ്പോഷർ തെറപ്പി, നമ്മൾ എക്സ്പോഷർ കൊടുക്കുമ്പോൾ ഓരോ ട്രയലിലും എന്തുണ്ട്, പേഷ്യന്റിന് ഒരു സർട്ടൻ ലെവൽ ഓഫ് ഒരു നെഗറ്റീവ് ഡിസ്ട്രെസ്, ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും അല്ലെ, ഓരോ എക്സ്പോഷർ ട്രയലിലും അല്ലെ. ഓരോ തവണ നമ്മൾ അവർക്ക് എന്തിനോടാണോ പേടി അതിന് എക്സ്പോഷർ കൊടുക്കുമ്പോൾ അവർക്ക് ഓരോ തവണ പേടി തോന്നില്ലേ, എന്നിട്ടല്ലേ പയ്യെ അത് മാറി വരുന്നത്. അപ്പൊ ഓരോ എക്സ്പോഷർ ട്രയലിലും എന്ത് ഇൻവോൾവ് ആണ്, ഒരു സം ഡിഗ്രി ഓഫ് ഡിസ്ട്രെസ് ഇൻവോൾവ് ആണ്. എന്നിട്ട് അവർ പറയാൻ ആൻഡ് ഓൾദോ ദ പ്രോസസ് ഈസ് കെയർഫുള്ളി മാനേജ് ത്രൂ ഔട്ട് ടു ലിമിറ്റ് ദിസ്. അപ്പൊ ഇത് ലിമിറ്റ് ചെയ്യാൻ ഈ ഡിസ്ട്രെസിന്റെ സംഭവം ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ കെയർഫുള്ളി പ്ലാൻഡ് ആണെങ്കിൽ കൂടി പേഷ്യന്റിന് എന്ത് ഫീൽ ചെയ്യുന്നുണ്ട്, സർട്ടൻ ഡിഗ്രി ഓഫ് ഡിസ്ട്രെസ് ഫീൽ ചെയ്യുന്നുണ്ട് എക്സ്പോഷർ ട്രയൽ വരുമ്പോൾ. ഓക്കെ, എന്നിട്ട് അവർ പറയാണ് സം സൈക്കോതെറാപ്പിസ്റ്റ് ഹാവ് കൺക്ലൂഡഡ് ദാറ്റ് ദ ട്രീറ്റ്മെന്റ് ഈസ് അൺഎത്തിക്കൽ. അപ്പൊ ചില സൈക്കോതെറാപ്പിസ്റ്റ് അപ്പൊ എന്ത് കൺക്ലൂഷനിൽ എത്തിക്കണേ, ഈ ട്രീറ്റ്മെന്റ്, ഏത് ട്രീറ്റ്മെന്റ് കാര്യം പറയണേ, ഈ എക്സ്പോഷർ ട്രയൽ ഇല്ലേ, അത് എന്തായിട്ടാണ് അവർ കണ്ടേക്കണേ, നോട്ട് എത്തിക്കൽ, പ്രൊഫഷണൽ മോറൽസിനെ മാച്ച് ചെയ്യുന്നതല്ല, അൺഎത്തിക്കൽ ആണെന്ന് ഒരു കൺക്ലൂഷനിൽ. അത് എന്തുകൊണ്ടാ? ഓരോ ട്രയൽ പോകുമ്പോഴും അവർക്ക് എന്താ ഫീലിംഗ് തോന്നുന്ന, പേഷ്യന്റിന് ഒരു സർട്ടൻ ഡിഗ്രി ഓഫ് നെഗറ്റീവ് ഫീലിംഗ്, ഡിസ്ട്രെസ് തോന്നുന്നുണ്ട് അല്ലെ. അപ്പൊ അത് മാനേജ് ചെയ്യാൻ അവർ, ലിമിറ്റ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടി പേഷ്യന്റിന് എന്ത് തോന്നുന്നുണ്ട്, ഓരോ ട്രയലിലും, എക്സ്പോഷർ തെറപ്പിയുടെ ഓരോ ട്രയലിലും എന്ത് തോന്നുന്നുണ്ട്, ഡിഗ്രി ഓഫ് ഡിസ്ട്രെസ് തോന്നുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സൈക്കോതെറാപ്പിസ്റ്റ് എന്ത് കൺക്ലൂഷനിൽ എത്തിയേക്കണേ, ഈ ട്രീറ്റ്മെന്റ് എന്താണ്, അൺഎത്തിക്കൽ ആണ്. ഏത് ട്രീറ്റ്മെന്റ്? ഈ എക്സ്പോഷർ ട്രയലിലുള്ള ട്രീറ്റ്മെന്റ് അൺഎത്തിക്കൽ ആണ്. എന്നിട്ട് അവർ പറയാണ് ന്യൂറോ സയന്റിസ്റ്റ് ഹാവ് ബീൻ ലുക്കിംഗ് ഫോർ ന്യൂ വേസ് ടു സ്പീഡ് അപ്പ് എക്സ്റ്റിങ്ഷൻ ലേണിംഗ് ഫോർ ദാറ്റ് സെയിം റീസൺ. അതേ കാരണം കൊണ്ട് തന്നെ ന്യൂറോ സയന്റിസ്റ്റുകൾ എക്സ്റ്റിങ്ഷൻ ലേണിംഗ് സ്പീഡപ്പ് ചെയ്യാൻ, പുതിയ വഴികളിലൂടെ സ്പീഡപ്പ് ചെയ്യാൻ ഉള്ള പുതിയ വഴികൾ അന്വേഷിക്കുന്നുണ്ട്. അതേ കാരണം കൊണ്ട്. ഏത് കാരണം കൊണ്ടാണ് ഇവിടെ കാരണം? എന്താ? certain degree of distress. ഇവര് പറഞ്ഞ പോലെ ഓരോ ട്രയലിലും അവർക്ക് എന്ത് തോന്നുന്നുണ്ട്, സർട്ടൻ ഡിഗ്രി ഓഫ് ഡിസ്ട്രെസ് അല്ലെ, ഒരു ബുദ്ധിമുട്ട് എല്ലാം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് സൈക്കോതെറാപ്പിസ്റ്റുകൾ എന്തായിട്ട് കൺക്ലൂഡ് ചെയ്തേക്കണേ, ഇത് അൺഎത്തിക്കലാണ്, ഇത് ശരിയായി, ഇത് എത്തിക്കലി കറക്റ്റ് അല്ല എന്നുള്ള ഒരു കാര്യത്തിലോട്ട് അവരെത്തിയേക്കണേ. ഒന്ന് വായിച്ചു നോക്കി.
ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് അപ്പൊ എന്നിട്ട് അവർ പറയുന്നത് scientists have been looking for new ways to speed up extinction learning for that same reason. അതേ കാരണത്താൽ തന്നെ ന്യൂറോ സയന്റിസ്റ്റുകൾ പുതിയ വഴികൾ അന്വേഷിക്കുകയാണ് ഈ എക്സ്റ്റിങ്ഷൻ ലേണിംഗിന്റെ ലേണിംഗ് സ്പീഡ് അപ്പ് ചെയ്യാൻ. അതെന്തുകൊണ്ട് എക്സ്റ്റിങ്ഷൻ ലേണിംഗ് സ്പീഡ് അപ്പ് ചെയ്യുന്ന കാരണം ഓരോ തവണ ഇവർ ട്രയൽ നടത്തുമ്പോഴും പേഷ്യന്റിന് സർട്ടൻ ഡിഗ്രി ഓഫ് ഡിസ്ട്രെസ് ഫീൽ ചെയ്യാണ്. അത് അൺഎത്തിക്കൽ ആയിട്ടാണ് സൈക്കോതെറാപ്പിസ്റ്റുകൾ ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത്. ക്ലിയർ ആയോ? ഇത് വ്യക്തമായിട്ട് മനസ്സിലായില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഫോർ ദാറ്റ് സെയിം റീസന്റെ ഇത് കണ്ടുപിടിക്കാം. സ്നേഹ ഓപ്ഷൻസ് വായിച്ചോളൂ. Option A, the anxiety that patients feel during therapy. അതാണോ അതേ റീസൺ എന്ന് അവർ പറയുന്നത്? ഓക്കെ, നിങ്ങൾ നോ പറഞ്ഞു. അപ്പൊ നമുക്ക് നോക്കാം. അടുത്ത് വായിച്ചോ സ്നേഹ. Complaints from patients who feel unsupported. അവര് പറഞ്ഞിട്ടുണ്ടോ പേഷ്യന്റിന് അൺസപ്പോർട്ടഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു, പരാതിപ്പെട്ടിട്ടുണ്ടെന്ന്? No, ma'am. അങ്ങനെ പറഞ്ഞിട്ടില്ല. അടുത്ത് പറഞ്ഞോളൂ സ്നേഹ. The conflicting ethical concerns of neuroscientists. നിക്കട്ടെ, ചാടി വീഴല്ലേ. കോൺഫ്ലിക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? സെയിം ആണോ? കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ സെയിം കാര്യമാണോ? ഡിഫറെന്റ് ആയിട്ടുള്ള ഒപ്പോസിംഗ് എത്തിക്കൽ കൺസേൺസ്, എതിരായിട്ടുള്ള എത്തിക്കൽ കൺസേൺസ്. ന്യൂറോ സയന്റിസ്റ്റുകൾക്കാണോ എത്തിക്കൽ കൺസേൺ ഉള്ളത്? അല്ല. സൈക്കോതെറാപ്പിസ്റ്റുകൾക്കല്ലേ? അപ്പൊ അതാണോ ആൻസർ? അല്ല. അടുത്തത് Psychotherapists who take on unsuitable patients. സ്യൂട്ടബിൾ അല്ലാത്ത പേഷ്യൻസിന് എടുക്കുന്ന സൈക്കോതെറാപ്പിസ്റ്റ്, അതാണോ സെയിം റീസൺ കൊണ്ട് ഉദ്ദേശിക്കണേ? No, ma'am. നിങ്ങൾ എന്താ പറഞ്ഞ? ഡിഗ്രി ഓഫ് ഡിസ്ട്രെസ് എന്നല്ലേ? അപ്പൊ ഡിസ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചു നെഗറ്റീവ് ഫീലിംഗ് അല്ലേ? അപ്പൊ ആൻസൈറ്റി ഒരു നെഗറ്റീവ് ഫീലിംഗ് അല്ലേ? അപ്പൊ ദ ആൻസൈറ്റി ദാറ്റ് പേഷ്യൻസ് ഫീൽ ഡ്യൂറിംഗ് തെറാപ്പി. ക്ലിക്ക് ആയോ? ഉദ്ദേശം മനസ്സിലായോ? സോനിയ, സ്നേഹ, സൂര്യ ഓക്കെ അല്ലേ? സ്മിത, ആതിര, അലൈൻ, രശ്മി ഓക്കെ അല്ലേ? ജസീന, ലിജി ഓക്കെ അല്ലേ? Yes, ma'am. ഓക്കെ,